നമസ്കാരം. കലാനിലയം ലൈവ് എന്ന സെഷനിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണെന്ന്. ആ സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കലാനിലയം 1963 എന്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ കലാനിലയം കൃഷ്ണൻ നായർ തുടങ്ങി വെച്ചതാണ്. അതിനുശേഷം ഒരുപാട് നാടകങ്ങൾ, കടമറ്റത്ത് കത്തനാർ, രക്തരക്ഷസ്, ഉമ്മിണിത്തങ്ക, താജ്മഹൽ എന്നുള്ള ഒരുപാട് നാടകങ്ങൾ കലാനിലയം നടത്തി. അതിനുശേഷം എന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം കുറച്ചു കാലം കൂടെ മാത്രമേ നാടകം മുന്നോട്ട് പോയുള്ളൂ. അതിനുശേഷം വീണ്ടും 2003 എന്റെ അച്ഛൻ കലാനിലയം അനന്തപത്മനാഭനും പ്രശസ്ത സിനിമാ താരം ശ്രീ ജഗതി ശ്രീകുമാറും ചേർന്ന് വീണ്ടും കലാനിലയത്തിനെ റിവൈവ് ചെയ്യാണ് ഉണ്ടായത്. എന്നിട്ട് രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, നാരദൻ കേരളത്തിൽ, കായംകുളം കൊച്ചുണ്ണി എന്നീ 4 നാടകങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു. അതിനുശേഷം ആ യാത്ര ഇന്നതാ ഇവിടെ ഹിഡുംബി എന്നുള്ള നാടകം വരെ എത്തി നിൽക്കുന്നു. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ പീരീഡില് ഞങ്ങൾ നടത്തുന്ന ഒരു ചെറിയ സംരംഭമാണ് കലാനിലയം ലൈവ് എന്നുള്ള ഈ ഒരു ഇന്ററാക്ഷൻ സെഷൻ. ഞങ്ങളുടെ ഈ ഇന്ററാക്ഷൻ സെഷനിലേക്ക് ഇന്ന് വരാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങളോട് സമ്മതിച്ച ശ്രീ വിനീത് സാറിന് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ ഈ സെഷനിലേക്ക്. Thank you, Gayatri. Big namaskaram and hello to everyone here. എല്ലാവരും ഒന്നും കാണാൻ പറ്റുന്നില്ല. Everybody's video is not on. So I'll just call out the names: Dijesh, Nisar, Rajiv, Aryan, Cherian, Muhammad Azim. I can see Sridevi Auntie's name here. Sridevi and me. Hello, Auntie. Gautam, of course, Hindu, Ambika, Sajid, Govind, Suki, Jeeva, and our dear Papetan. So, hello, big hi, whoever I can see. Hope you can also see me. Okay, and Gayatri, thank you so much. It's an honor always to be associated with one of the most respected and reputed theatre groups of India, I must say. Not only Kerala, pride of Kerala, of course. ഞങ്ങളൊക്കെ കണ്ട് വളർന്നതാണ്, അത്ഭുതപ്പെട്ടതാണ്, മെസ്മറൈസ്ഡ് ആയതാണ് വാച്ചിങ് കലാനിലയം നാടകം ആസ് എ ചൈൽഡ്. And of course, when you 2003 when you restarted also, എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അന്നാണ് അച്ഛനെ മീറ്റ് ചെയ്യുന്നത്. So it's a great honor meeting such a wonderful artist and a creator. So thanks for inviting me. Thank you. Thank you, sir. ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, ആക്ടർ എന്ന് പറയണോ, ഡാൻസർ എന്ന് പറയണോ, അതൊരു വോയിസ് ആർട്ടിസ്റ്റ് എന്ന് പറയണോ, ഏത് തരത്തിൽ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും സാറിന് ഏറ്റവും കൂടുതൽ സന്തോഷം? കലാകാരൻ എന്ന് പറഞ്ഞു. I'm an artist, like we are blessed to be artists. വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കലാപരമായ ആ യാത്ര, ജേർണി, അത് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത് തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെയാണ്. കലാകാരന്റെ പറഞ്ഞാല് എവറി ഡേ ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആണ്. എവറി ഡേ ഇസ് ന്യൂ. Any field, whether you're an artist, you're a painter, you're a singer, or you're a dancer, ഏത് തുറയിലായാലും ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് കലാകാരൻ എന്ന് അഡ്രസ് ചെയ്യാം. അതാണ് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായും സാറിനോട് ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ ഇപ്പൊ ചെറുപ്പം തൊട്ടേ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോ ഏതെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ, അത് ഈ ഡാൻസിലേക്ക് വന്നത് അതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ, അതോ തുടക്കമേ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു തോന്നലുണ്ടായിരുന്നോ, ഞാൻ ഈ ഒരു രംഗത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നൊരു തോന്നല് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നോ? കുടുംബത്തിലല്ല ജനിച്ചത്. ആക്ച്വലി എന്റെ ഫാമിലിയിൽ എല്ലാവരും അക്കാഡമിക്കലി ഓറിയന്റഡ്. പിന്നെ അച്ഛന്റെ സൈഡിൽ എല്ലാവരും ലോയേഴ്സ്, വളരെ റെപ്യൂട്ടഡ് ആയ ലോയേഴ്സ് ആയിരുന്നു. തലശ്ശേരിയില്ല. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് എ ഗ്രേറ്റ് ലോയർ.
മൈ ഗ്രാൻഡ് ഫാദർ, എന്റെ അച്ഛൻ ലോയർ ആയിരുന്നു, എന്റെ അച്ഛന്റെ മെറ്റേണൽ അങ്കിൾസ് അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്, ഇവരൊക്കെ വലിയ വലിയ സുപ്രീം കോർട്ടിലെ ലോയേഴ്സ് ആയിരുന്നു. ഹരീന്ദ്രനാഥ് വിളിച്ചൻ. സോ അങ്ങനെ ഒരു ഫാമിലി ഓഫ്, ആൻഡ് മൈ മദേഴ്സ് സൈഡ് അമ്മ ഡോക്ടറാണ്, ആൻഡ് അമ്മയുടെ സൈഡിലും ആർമിയിലായിരുന്നു എന്റെ ചില അങ്കിൾസ്. ഒരാള് ഷിപ്പില് എഞ്ചിനീയർ ആയിരുന്നു. സോ അങ്ങനെ കലാകുടുംബം അല്ല ആക്ച്വലി. കലാപരമായിട്ടുള്ള കണക്ഷൻ കെയിം ത്രൂ പപ്പിയമ്മ. പപ്പിയമ്മയാണ് നമ്മുടെ ഈ 2 സെഞ്ചുറീസ് എടുത്താൽ വൺ ഓഫ് ദി മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഡാൻസേഴ്സ് ആൻഡ് ആക്ട്രസസ് ഓഫ് ദ ടൈംസ് ഇന്ത്യൻ സിനിമ. പപ്പിയമ്മയാണ് അച്ഛന്റെ ചേട്ടന്റെ വൈഫ്. വെളിച്ചൻ ഗോട്ട് മാരിഡ് ടു ഹർ. സോ ദാറ്റ് ഈസ് ദ കണക്ഷൻ. കല ആസ്വാദകരാണ്, എല്ലാവരും കലാസ്വാദകരായിരുന്നു, മ്യൂസിക്കലി ട്രെയിൻഡ് ആയ ആൾക്കാരുടെ. പക്ഷെ അങ്ങനെ ഒരു കലാ കുടുംബമായിരുന്നില്ല. നോട്ട് പ്രൊഫഷണലി ആർട്ടിസ്റ്റോ സിംഗേഴ്സോ മ്യൂസിഷ്യൻസോ ഡാൻസേഴ്സോ ഒന്നും ആയിരുന്നില്ല. പപ്പിയമ്മ ത്രൂ ആണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. സോ അങ്ങനെ ദാറ്റ് ഇസ് മൈ കണക്ഷൻ ആക്ച്വലി. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് അല്ലാതെ കലാപരമായിട്ട് ഇങ്ങനെ പ്രൊഫഷണൽ ആയി എടുക്കണം അങ്ങനെയൊന്നും ഇല്ല. മോർ ടു അക്കാഡമിക്സ് ആയിരുന്നു ആക്ച്വലി. കലാപരമായിട്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പഠിക്കണം, മെഡിസിൻ എടുക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പേരൻസിന്റെ ആഗ്രഹമൊക്കെ അതായിരുന്നു. സോ ദെൻ circumstances changed and then I fell into this track which I enjoyed. അങ്ങനെയാണ് ആക്ച്വലി. സോ അത് it's a blessing of lot of gurus and എന്റെ ലൈഫിൽ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ആ കലാപരമായ ഒരു യാത്രയുടെ ഒരു ഭാഗമാണ്. സാർ, അപ്പോ എങ്ങനെയായിരുന്നു ആ യാത്ര തുടങ്ങിയതും ഏത് പോയിന്റിലാണ് സാർ തീരുമാനിച്ചത് എനിക്ക് ഇതാണ് എന്റെ ഏരിയ എന്നുള്ളത്? കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ അടുത്ത് തൊട്ട് ആ യാത്ര എങ്ങനെയാണ് സാർ തുടങ്ങിയത്? വളരെ ചെറുപ്പത്തിലായിരുന്നു ആക്ച്വലി. ഒരു 3-4 വയസ്സാവുമ്പോ തന്നെ പപ്പി വല്യമ്മ പറഞ്ഞു അച്ഛനും അമ്മയോടും ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കണം. ബിക്കോസ് ലൈക്ക് എനി ചിൽഡ്രൻ, നമ്മള് ചെറിയ കുട്ടികളെല്ലാം, ഒരുവിധം എല്ലാ കുട്ടികളുടെ ഉള്ളിലും മ്യൂസിക് ഉണ്ടാവും. പാട്ട് കേട്ടാൽ ഉടനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ എന്തോ ഞാൻ ചെയ്തപ്പം അവർക്ക് അതിലൊരു പ്രത്യേകത തോന്നിയിട്ട് അച്ഛനമ്മയോട് പറഞ്ഞു ഇവരെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കണം നിങ്ങള്. ബിക്കോസ് അവരിതിന്റെ അംബാസിഡേഴ്സ് ആയിരുന്നു. സിസ്റ്റേഴ്സ് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ക്ലാസിക്കൽ ഡാൻസിനും സിനിമയുടെയും ഒരു ഹൈലി റെസ്പെക്റ്റബിൾ ആയ ആർട്ടിസ്റ്റ് ആയിരുന്നു അവര്. സോ അവരുടെ ഒരു വിഷൻ ആയിരിക്കാം ലൈക്ക് ഈ കുട്ടീനെ പഠിപ്പിച്ചാൽ മേ ബി ഹീസ് ഗോട്ട് എ ഫ്യൂച്ചർ ഇൻ ദാറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു വാസന ഉള്ളത് കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അതായിരുന്നു തുടക്കം ആക്ച്വലി. അപ്പം പിന്നെ ചെറിയ പ്രായത്തിൽ അതൊരു നമ്മൾ ആസ് പേരൻസ് ഗൈഡേഴ്സ് വി ഗോ ബൈ ദാറ്റ്. അത് ഇന്നതിനാണ് പോകുന്നതെന്നോ അതൊന്നും അറിയില്ല. എനിക്കതൊരു റൂട്ടീനായി മാറി. പിന്നെ നമ്മള് രാവിലെ എണീച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ച് സ്കൂളിലൊക്കെ പോകുന്ന പോലെ ഈ ഡാൻസ് ക്ലാസ്സിന് പോകുന്നത് ഒരു റൂട്ടീനായി മാറി. അത് സ്ത്രീകൾ മാത്രം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പെൺകുട്ടിയൊക്കെ അത് പാടുള്ളൂ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. ആൻഡ് പിന്നെ അത് ക്യാരി വെന്റ് ഓൺ. ഞാൻ ബുക്ഷപ്പേഴ്സ് ഊട്ടിയിൽ ഞാൻ എന്റെ പ്രൈമറി സ്കൂളിൽ ഞാൻ പോയപ്പോഴും ആദ്യം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാം നായർ മാസ്റ്ററുടെ കീഴിലാണ് പഠിച്ചത്. വളരെ ബേസിക് ആയിട്ട് തുടങ്ങി. പിന്നെ ഊട്ടിയിൽ പോയപ്പോ അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെയൊക്കെ ഇവിടെ ഹോസ്റ്റലായിരുന്നു ആക്ച്വലി. ബുക്ഷപ്പേഴ്സിലെ ബോർഡിംഗ് സ്കൂളായിരുന്നു. അപ്പൊ അവിടുത്തെ സ്കൂൾ ആക്ടിവിറ്റീസ് അതുപോലെ ഫൗണ്ടേഴ്സ് ഡേ വളരെ എൻകറേജിങ് ആയിരുന്നു അവിടെ. സോ ഡാൻസിന് ഗുരു അന്ന ചൗധരി എന്ന് പറഞ്ഞാല് ഷി വാസ് എ വെരി സീനിയർ ടീച്ചർ ഫ്രം കാൽക്കട്ട. മലയാളിയാണ്. ഷി വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രേറ്റ് ഉദയ് ശങ്കർ. സോ അന്ന ചൗധരി മിസ് ആണ് അവിടുത്തെ ടീച്ചർ. ഞാൻ ഐ വാസ് 6, 7, 8 ആ ഏജ് ഗ്രൂപ്പിലാണ്. പക്ഷെ എന്നെ ഐ യൂസ് ടു ബി പാർട്ട് ഓഫ് ഓൾ ദി ഡാൻസ് ഡ്രാമാസ്. ആ പ്രായത്തിൽ തന്നെ രാമായണം അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ ശാകുന്തളം, സോ എല്ലാത്തിലും ഹീറോ ഞാനാണ് അന്ന്. സോ അതിന്റെ ജോളി എന്തായിരുന്നു വെച്ചാല് ബോർഡിംഗ് സ്കൂളില് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്തരം ഇവരുടെ ഫൗണ്ടേഴ്സ് ഡേ അല്ലെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. അതായത് യു ഗെറ്റ് എ സ്പെഷ്യൽ ഗ്ലാസ് ഓഫ് Bournvita or Horlicks, then you get one extra egg
then bread toast and jam ഒക്കെ ഇട്ടിട്ട് ഈ കുട്ടികളൊക്കെ പെർഫോം ചെയ്യേണ്ട കുട്ടികളാണ്. they need extra food. So that was the main attraction. And apart from that, the artistic journey also. So it was like being a part of all this, and it was like a celebration, ഒരു ഫെസ്റ്റിവൽ മൂഡായിരുന്നു ആ സമയത്ത്. ആ സ്കൂളിന്റെ ആൻഡ് എല്ലാവരും അതിൽ പങ്കെടുക്കും. അപ്പൊ പേരൻസ് ഒക്കെ നാട്ടിൽ നിന്ന് വരും, ഇത് കാണാനായിട്ട് വരും. ആൻഡ് ഐ മസ്റ്റ് ബി താങ്ക്ഫുൾ ടു പ്രിൻസിപ്പൽ ഡോക്ടർ PC തോമസ് ആൻഡ് എൽസമ്മ തോമസ്. അവരായിരുന്നു അതിന്റെ ഫൗണ്ടറാണ്. It's one of the best in international schools in South India, Chappat Public School. So അവിടെയാണ് തുടങ്ങിയത് ആക്ച്വലി. സോ അങ്ങനെ ദാറ്റ് എൻകറേജ്മെന്റ്. then of course കേരളയിൽ വന്ന് ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ ശാസ്ത്രീയമായിട്ട്, അതായത് ചിട്ടയോടുകൂടി പഠിക്കാൻ തുടങ്ങിയത് ഒരു 10-11 ഞാൻ സരസ്വതി എടുത്ത് കാലിക്കറ്റിൽ പോയിട്ട് പഠിക്കുക. തലശ്ശേരി കാലിക്കറ്റ്. So that is where it started, the basic training in classical art form in a systematic way. ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്നുള്ളത് അപ്പോഴാണ് തുടങ്ങിയത്. Then of course then I got into films through teacher, of course. ടീച്ചറിന്റെ പഠനങ്ങൾ ചെയ്തിട്ടാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സിനിമയ്ക്കുള്ള വലിയൊരു blessing is നമ്മൾ if you're with the right group of people, if you're associated with the right group of people, and നമ്മളെ മോൾഡ് ചെയ്യാൻ നല്ല സംവിധായകരും മറ്റുള്ള ടെക്നീഷ്യൻസും എല്ലാം നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ നമ്മൾ കലാപരമായിട്ട് വി ഗ്രോ ആൻഡ് വി കീപ് ഇംപ്രൂവിങ്. സോ അത് എന്റെ കാര്യത്തിൽ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ ആദ്യകാലം ചെയ്തതെല്ലാം വലിയ വലിയ മാസ്റ്റേഴ്സിന്റെ പടങ്ങളായിരുന്നു. MP സാർ, ഹരിഹരൻ സാർ, പത്മനാഭൻ സാർ, ഭരതേട്ടൻ, ശ്രീ അരവിന്ദൻ, ഇവരുടെ ഒക്കെ പടങ്ങളിലാണ് ആദ്യം തുടങ്ങുന്നത്. അരൻ സാറിന്റെ തന്നെ ആദ്യകാലത്തിൽ ഒരു 4-5 പടങ്ങളല്ലേ, നക്ഷത്രങ്ങൾ, അമൃതംഗമേ, ആരണ്യകം, ഇതെല്ലാം ആ പ്രായത്തില് ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യാണ്. when you're getting molded by masters, you start learning a lot from them. And learning a lot എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ അത് മനസ്സിലാക്കാനോ അത് അനലൈസ് ചെയ്യാനോ അവര് പറയുന്നത് റിയലൈസ് ചെയ്യാനുള്ള ഒരു പ്രായമല്ല. പക്ഷെ അത് ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. സോ whenever the occasion comes, ഇപ്പൊ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി അത്തരത്തിലൊരു സീക്വൻസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ഇത് ചെയ്തത്, ഇങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ദാറ്റ് കംസ് ഔട്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. സോ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് വാസ് വെരി വെരി, എന്താ ഞാൻ പറയണ്ട, വെരി സ്പെഷ്യൽ. എന്നെ സംബന്ധിച്ച് അത് തന്നെയായിരുന്നു എന്റെ ഒരു ഗ്രൂമിങ്. സോ ഐ കെപ്റ്റ് ഗ്രോയിങ് with age and films. And so ivideellam focus was only, the priority was the character or the group, or allen itra cinema cheyanamno സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാനിങ് അതൊന്നും ഇല്ലായിരുന്നു. ആൻഡ് അപ്പൊ പഠിപ്പായിരുന്നു പ്രയോറിറ്റി. ഐ വാസ് സ്റ്റിൽ സ്റ്റഡിങ്. സോ ഇതൊക്കെയാണ് അതിന്റെ ഘടകങ്ങള്. ദെൻ എനിക്ക് എന്റെ കാര്യത്തില് ആക്ച്വലി അത് വന്ന് ഭവിക്കുന്നതാണ്. പ്രൊഫഷനായിട്ട് എടുക്കണം എന്ന് ഓഫ്കോഴ്സ് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. എന്റെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞപ്പം എനിക്ക് ഐ വോണ്ട് ടു ബി ഇൻ സിനിമ. പക്ഷെ അതിനുള്ള ഒരു PR വർക്കോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അന്നത്തെ സിസ്റ്റം വാസ് ഡിഫറെന്റ്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ടുഡേസ്. ഇപ്പം അന്ന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ബിക്കോസ് വൺസ് യു ആർ ഇൻ സിനിമ അന്ന് യു ആർ നോട്ടഡ്. ആൻഡ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് കുറവായിരുന്നു. അപ്പൊ ഒരു പ്രായത്തില് ഇത്ര ആൾക്കാർ ഉണ്ട് എന്നുള്ളത്, ആൻഡ് പുതുമുഖങ്ങളെ വെച്ച് എക്സ്പെരിമെന്റിങ് അന്ന് കുറവായിരുന്നു. വളരെ കുറച്ച് ഡയറക്ടേഴ്സ് മാത്രമേ അത് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ they used to go for popular names, വലിയ സ്റ്റാർസിന് വെച്ചിട്ടാണ് ചെയ്യുക. അല്ലാതെ ഞാൻ ചെയ്ത പടങ്ങളൊക്കെ ഇത്തരം സ്റ്റോറി ഓറിയന്റഡ് ആയത്, ഇന്ന കഥാപാത്രം ഇന്ന ആർട്ടിസ്റ്റ് ചെയ്താൽ നന്നാവുന്ന ഡയറക്ടർക്ക് തോന്നി കാസ്റ്റ് ചെയ്ത് അങ്ങനെ വന്ന പടങ്ങളാണ് അതൊക്കെ. സോ അങ്ങനെ I started tasting that, and then I realized ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് എനിക്ക് അത്തരം അവസരങ്ങൾ വന്നു. സർഗം, ആവാരംപൂവും സർഗവുമാണ് ഒരു ട്രാൻസിഷൻ ആക്ച്വലി. ആവാരംപൂ ആക്ച്വലി ഭരതേട്ടനാണ് എന്നെ ആവാരംപൂവിന് കാസ്റ്റ് ചെയ്തിട്ടപ്പോഴാണ് ഞാൻ ഓക്കെ നൗ ദിസ് ഇസ് മൈ ഫീൽ. ആൻഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനും അമ്മ എന്ന് പറഞ്ഞു, ദിസ് ഇസ് ഒരു വെരി ഇമ്പോർട്ടന്റ് ഡിസിഷൻ. ഇത് നീ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് യുവർ പ്രൊഫഷൻ, സോ യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇതുവരെ കളിയും തമാശയും പഠിപ്പൊക്കെ ആയിരുന്നു. പക്ഷെ നൗ വെൻ യു ടേക്ക് ഇറ്റ്,
it's a different this thing. And by God's grace, അങ്ങനെ പോയി. എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ സാറിന് ഒരുപാട് ഇത്രയും ഹരിഹരൻ സാറിന്റെ ഒപ്പം MT സാറിന്റെ കഥകളും അങ്ങനെ ഭരതൻ സാർ, പത്മരാജൻ സാർ, ഇത്രയും വലിയ ലെജൻസിന്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ട് ഒരുപാട് ലേൺ ചെയ്തു എന്ന് സാർ എന്നെ പറഞ്ഞു. ലേൺ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലേണിംഗ് അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റിമറിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ഒരു ഇൻസൈറ്റ് തരികയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ ഒരു അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? See, discipline, that is what I learned from them. Discipline and your approach to the work. അവരുടെ എല്ലാം ഒരു തപസ്യ, അതാണ് that is what we all learn from them. They don't take it light. And ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഒരു ലേണിംഗ് എലിമെന്റ് എന്ന് വെച്ചാല് അതിൽ എത്രത്തോളം ഇൻവോൾവ് ആയിട്ട് അതിന്റെ മറ്റു ഘടകങ്ങളൊക്കെ പിന്നെ ഒക്കെ കമേഴ്ഷ്യൽ അത് സക്സസ്ഫുൾ ആവല്, ഹിറ്റ് ആവല്, അതിന്റെ ഇൻകം അതൊക്കെ it's not connected with this. അപ്പോൾ it is your artistic journey. What is your creation as a director? How are you going to mold these actors as characters? ഇവരുടെയൊക്കെ ഈ കഥാപാത്രങ്ങളാക്കി മാറ്റുക, ക്രാഫ്റ്റില് എത്രത്തോളം ഇമ്പോർട്ടൻസ്, അതെല്ലാവരും, നോട്ട് ഓൺലി ദ ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ ആയാലും മ്യൂസിക് ഡയറക്ടർ ആയാലും ആർട്ടിസ്റ്റ് ആയാലും ഇപ്പൊ സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. That is the great discipline of work, your commitment, sincerity, dedication, the combination of all this. Like ഇതെല്ലാം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് that pure craft that comes out. ഇപ്പൊ ഹരിഹരൻ സാറ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലൈക്ക് അവര് പറയുന്നത് കേട്ടിട്ടുണ്ട്, I have seen it. Like ഇപ്പൊ ഷാജി സാർ, ക്യാമറമാൻ സിനിമാറ്റോഗ്രാഫർ ഷാജി എൻ കരുണാണ്. അന്ന് അലക്ഷതകൾ, സർഗം, ഞാൻ ആദ്യം ചെയ്ത കുറെ പടങ്ങൾ അദ്ദേഹം ക്യാമറമാൻ ആയിരുന്നു. അപ്പൊ ഷാജി സാറൊക്കെ രാവിലെ 4:30 മണിക്ക് അവര് അങ്ങ് പോകും. ഒരു വണ്ടി ഉള്ളി ഫോർ സിനിമാറ്റോഗ്രാഫർ ആൻഡ് ടീം. അദ്ദേഹം പോയി ഏർലി മോർണിംഗ് ഷോട്ട്സ്, ആർട്ടിസ്റ്റ് ഒക്കെ ഒരു 7 o'clock കോൾ ഷീറ്റ് ആയിരിക്കും ചിലപ്പം. അപ്പൊ 6:45 ഇവര് 4:30 മണിക്ക് പോയി പല പല പ്രകൃതിയുടെ ഷോട്ട്സ്, സൺറൈസ് ഷോട്ട്സ്, ചില പക്ഷികള്, ചില സിനിമകളിൽ യു മസ്റ്റ് ഹാവ് സീൻ ലൈക് ഡ്യൂ ഡ്രോപ്സ് സ്പാർക്ലിംഗ് ആൻഡ് these kind of shots, നേച്ചറിന്റെ ഒരുപാട് ഷോട്ട്സ് ഇവര് കളക്ട് ചെയ്ത് വെക്കും, ഫയൽ ചെയ്ത് വെക്കും. ഇത്തരം ഷോട്ട്സ് എടുത്തിട്ട് ഫോർ എവറി ഫിലിം. സോ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് എന്റെ ടൈം 7 മണിയാണ്, അതുകൊണ്ട് ഞാൻ 6:45 ഇവിടെ എത്തിയാൽ മതി. അതുപോലെ 6 മണി കഴിഞ്ഞാൽ ഐ കൻ ഗോ, മൈ ടൈം ഇസ് 12 hours വർക്ക്. അങ്ങനെ ആയിരുന്നില്ല. ഒരു ടീം വർക്ക് ആയിരുന്നു. ആൻഡ് അത് irrespective of your grade, whether you're a director or you're an assistant director, or even if you're an assistant costumer who comes and stitches your button പൊട്ടിപ്പാൽ അവർ വന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മള് സിനിമ ഭാഷയിൽ ടാക്ക എന്ന് പറയും. ഈ തമിഴിൽ ടാക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകിപ്പോയിട്ട് അവിടെ ഒന്ന് തുന്നി ഒപ്പിച്ച് അവിടെ വെക്കും. ഇതിപ്പോ ഇത് ഇളകിന്ന് വെച്ചോ ടേക്കില്. അപ്പൊ ഇതിങ്ങനെ പ്രീവിയസ് ഷോട്ടിൽ ഇങ്ങനെയായിരുന്നു ഈ ഷർട്ടിന്റെ ഇത്. അതിപ്പോ ഇങ്ങനെ കഴിഞ്ഞാല് ആ കോസ്റ്റ്യൂം അതിനൊരാളുണ്ടാവും. ഇവരുടെ കൈൻഡ് ഓഫ് ടീമിങ് അപ്പ് ആൻഡ് ലൈൻസ് ബൈ ഹാർട്ട് ചെയ്യാം. അതിന് മോഡുലേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കാം. അന്നൊക്കെ ഫിലിമിലായിരുന്നല്ലോ ഷൂട്ട് ചെയ്തത്. സോ ഇറ്റ് ഹാസ് ടു ബി വെരി വെൽ റിഹേഴ്സ്ഡ്. കൃത്യമായിട്ട് റിഹേഴ്സ് ചെയ്ത് പക്ക ആക്കി കഴിഞ്ഞാല് ടേക്ക് എടുക്കും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കണ്ടമാനം തെറ്റിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓൾഡ് ഫിലിം വെരി എക്സ്പെൻസീവ്. അപ്പം അന്ന് ഈ ഡയലോഗ് തെറ്റിക്കുന്ന ആൾക്കാർ, അയ്യോ അയാള് ഭയങ്കരമായിട്ട് ഫിലിം തിന്നും കേട്ടോ, നിങ്ങൾ സൂക്ഷിക്കണം അയാൾ ഇടുമ്പെന്ന് പറയും. ഫിലിം തിന്ന, അതായത് നമ്പർ ഓഫ് ടേക്സ് ജാസ്തിയാവുക. സോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സോ those are all very memorable. So what I would like to say is, from the masters, it is this discipline and the unbelievable commitment they have. In the youngsters also, they're all like that. Our teamwork. It has always been there. So Anna, I have seen it with these great masters. Our approach was more different. And വേറൊരു വലിയൊരു പ്ലസ് പോയിന്റ് എന്തായിരുന്നു വെച്ചാല്, മറ്റുള്ള ഫാക്ടേഴ്സ് were not as important.
എലമെന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ അതിനൊക്കെ പുറമെ ആ ചെയ്യുന്ന പടത്തിന്റെ ക്രാഫ്റ്റിനായിരുന്നു അവർ പ്രാധാന്യം. അത് ഓടോ സൂപ്പർ ഹിറ്റ് ആവോ അതൊക്കെ പിന്നെ, അല്ലാണ്ട് ഇതെനിയിപ്പോ ഇതെനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. അതാണ് ലൈക്ക് ഈവൻ സ്റ്റോറി വൈസ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് വളരെ മീനിങ് ആയ ഫിലിംസ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്, ഏർലി 80s 90s. So that was the time. So that is one main factor I observed. ശരിക്കും ആ ഒരു കാലഘട്ടം, എന്താ പറയാ, ആ കാലഘട്ടത്തിലെ സിനിമകൾ കാണുമ്പോൾ തന്നെ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തൊരു ഭാഗ്യം ചെയ്തവരാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ ആ ഷോട്ട് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാവുക പത്മരാജൻ സാർ ആയിരിക്കില്ലേ, എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, എന്തൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാകാം. അങ്ങനെ ശരിക്കും ആ ഒരു ജനറേഷനില് അവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ മഹാഭാഗ്യം തന്നെയാണ്. ശരിക്കും സാർ, ആ ഒരു കാലഘട്ടത്തെ സിനിമയും ഇന്നത്തെ ഒരു സിനിമയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എങ്ങനെയാണ് ആ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ്? See, discipline is the same actually. എല്ലാ സ്ഥലത്തും തമിഴിലായാലും, ഞാൻ തമിഴിൽ ചെയ്തിട്ട് തെലുഗുല് I've done a lot of films. India I've done. The system of working is different. It's the same everywhere. The discipline is the same. And of course, technology is harder. Like super technical improvements and that has helped a lot in a way. The graphical time saving, and digital there are a lot of options you can depend on. Now they have monitor screens where you can watch the performance. Spot editing spot editors shooting the whole song we see. You see the song only when the film comes out. So അതുപോലെ technical advancement which has really helped cinema. And the discipline of working is the same. I haven't felt any difference anywhere. The only difference is of course there are caravans for actors, comfort level, especially you need caravans. Even for ladies actually, നമ്മളെല്ലാം വീടുകളിൽ ഓരോ റൂം അന്ന് ഇപ്പൊ ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു വീട്ടിലാണ് ഒരു 2 സെക്ഷൻ വിൽ ബി ഹീറോയിൻസും അവരൊക്കെ തന്നാക്കും. നമ്മള് ഡയറക്ടറും മറ്റുള്ള മെയിൽ ആർട്ടിസ്റ്റ് ഒക്കെ മറ്റൊരു സൈഡിലായിരിക്കും. അങ്ങനെ വി യൂസ് ടു അഡ്ജസ്റ്റ്. ഇപ്പൊ റോഡ് സൈഡ് ആണെങ്കിൽ കാറിൽ ഇരുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് പോകും, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ആ മാനേജർ ഒന്ന് പോയി ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തോട്ടെ, മേ ബി ദ ഹീറോയിൻ ഹാസ് ടു ചേഞ്ച്. സോ അന്ന് ദ കാരവാൻ സിസ്റ്റം വാസന്റ് ദേർ. ഇന്ന് ദ കാരവാൻ സിസ്റ്റം ഇസ് വെരി കൺവീനിയന്റ്. ബട്ട് അതിൽ ഞാൻ കണ്ട ഒരു ചെറിയ മൈനസ് എന്താ വെച്ചാല് there is no interaction. ഇപ്പൊ നമ്മളൊരു ഷോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നേരെ ഇരുന്നോളൂ എന്ന് പറയും. അപ്പൊ കാരവാനിൽ പോയി ഇരിക്കാം. അതാണ് we are not used to that. എനിക്കൊന്നും അങ്ങനെ I cannot sit like that. I need to sit with people and talk and that is what I enjoy. I do. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ പോയില്ലേ, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, അങ്ങനെയും വരും. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, അത് വളരെ കൺവീനിയന്റ് ആണ്. ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല കൺവീനിയന്റ് ആണ്. പക്ഷെ ഒരു there is a distance now. പണ്ടത്തെ ആ ഒരു ബോണ്ടിങ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ when you work, you finish work, bye and that's it. മറ്റേതല്ല, you sit together and you talk about. ഞാനെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, ഋതുഭേദം എന്ന് പറഞ്ഞ പടമൊക്കെ ചെയ്യുമ്പോൾ നെടുമുടി വേണുചേട്ടൻ, തിലകേട്ടൻ, ബാലേന്ദ്രമേനോൻ സാറ്, മുരളിച്ചേട്ടൻ, മോനിഷ, ശ്രീദേവി ഇവിടെ ഉണ്ട്. ഷീ വാസ് ദേർ. ഗീത ചേച്ചി, മീനാമച്ചി, ശങ്കരാടി ചേട്ടൻ, പ്രതാപേട്ടൻ, പ്രതാപ് പോത്തൻ ഡയറക്ടർ, BBK മേനൻ, ചന്ദ്രനായർ സർ, ഇത്രയും പേരിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണല്ലേ. ഞാൻ ഭയങ്കര ജൂനിയർ ആണ് കമ്പയർഡ് to all the senior actors there, and it was such a delight to listen to them, to listen to Venuchettan and Thilayadan and Menon sir conversing. And it's all about cinema. It's always about meaningful cinema, shots, our experiences. So idu kettittannu njanokke valarnnu ലാലേട്ടനോടൊക്കെ വർക്കുന്നു. So there is a terrific കമലദളം ചെയ്യുമ്പോഴൊക്കെ എന്തൊരു ഉത്സവമായിരുന്നു ആക്ച്വലി. Such a celebration it was. And Lalatin's own production ആയിരുന്നു അത്. So Lalatin will be there, മുരളിച്ചേട്ടൻ ഉണ്ടാവും, സിബി സർ,
cameraman, all of us, എല്ലാവരും ഞാനുണ്ടാവും, എന്റെ കൂടെ മറ്റുള്ള കുട്ടികളും മോനിഷ എല്ലാരും ഒരുമിച്ചിരുന്ന് ഓരോ ഷോട്ടും ആ ക്ലൈമാക്സ് ഒക്കെ മറ്റേ ത്രയംബകം എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എന്തൊരു ആയിട്ട് ഐ തിങ്ക് 4 or 5 days നൈറ്റിൽ ഈ പാട്ട് ഷൂട്ട് ചെയ്യും. രാവിലെ 6 മണി കൂത്തമ്പലത്ത് നിന്ന് നമ്മൾ നേരെ ഗസ്റ്റ് ഹൗസിൽ പോയി കുളിച്ച് നേരെ ഭാരതപ്പുഴയിൽ പോകും പ്രേമദാരനെ ഷൂട്ട് ചെയ്യാൻ. കണ്ടിന്യൂസ്, ഉറക്കൊന്നും ഇല്ലായിരുന്നു അത്ര. പക്ഷെ ആ സ്ട്രെയിൻ ഒന്നും അന്ന് അറിഞ്ഞിട്ടില്ല. ഇറ്റ് വാസ് ലൈക്ക് what do I say, so much of happiness. You go back, you get ready, and then you're all set. Yeah, so it is like that. So അത് അങ്ങനത്തെ ടൈംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക്കൽ ഫിലിംസ് ആയിരുന്നു. So there was otherwise of course very realistic films and craft and incredible actors and performers. But the younger generation, they're so sharp and so talented. Other than that, the style of cinema has changed. Musical films and ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഒരു പടത്തിന് അവര് ബുക്ക് ചെയ്യാൻ വരുമ്പം ആദ്യം പറയാം 5 പാട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ 7 പാട്ടുണ്ട് എന്ന്. ഞാൻ ഇന്ന ആളാണ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് പരമാനന്ദം പോലെ. രവീന്ദ്ര മാഷാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോൺസൺ മാഷാണ് മ്യൂസിക് എന്നൊക്കെ അന്നത്തെ കാലത്ത്. രവി ബോംബെ, ഹരൻസാന്റെ പടങ്ങളൊക്കെ അദ്ദേഹമായിരുന്നല്ലോ. സോ ഇങ്ങനെ ആദ്യത്തെ ഈ 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആരാണ് ഡയറക്ടർ, ഓഫ് കോഴ്സ്, അതായത് ഹൂസ് ഡൂയിങ് മ്യൂസിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളാന്ന് പറഞ്ഞാൽ പിന്നെ യുവർ ലൈഫ് ഇസ് മെയ്ഡ്. സോ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ മ്യൂസിക്കൽ എലമെന്റ് കുറച്ച് ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പണ്ടത്തിൽ നിന്ന്. ബിക്കോസ് ആസ് ടൈം ആൻഡ് ട്രെൻഡ്സ് ചേഞ്ച്, ഇപ്പൊ അങ്ങനത്തെ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉള്ള സിനിമകൾ ഐ ഹോപ്പ് ഇറ്റ് കംസ് ബാക്ക്. ഐ തിങ്ക് ഇറ്റ് വിൽ. ഓൺലി ഫോർ films where M. Jayachandran or Ausek Krishnan sir, because we have very talented music directors also. പക്ഷെ അങ്ങനത്തെ പടങ്ങൾ വരുന്നത് നിന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ പടങ്ങൾ വരുമ്പോ അത് റിസെപ്റ്റീവ്നെസ്സും കുറവാണ് തോന്നുന്നുണ്ട്. ഇപ്പൊ സാർ അടുത്ത് ചെയ്ത സർവം താളമയം എന്നുള്ള സിനിമയൊക്കെ അത് ശരിക്കും സംഗീതം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. വളരെ നല്ല സിനിമ തന്നെയായിരുന്നു അത്. Very well received in Tamil Nadu. It was very well received, and Rahman sir's music, G.V. Prakash and Venu Chatan, everybody Venu's lifetime performance. Venu Chatan, I think, one of his best films. Yeah, and my pleasure was, and the character was throughout Venu Chatan assistant director. So I actually was with him 24/7. And Venu Chatan ആയിരുന്നു ഒരുമിച്ച്. And it is so memorable because ഒന്നാമത് Venu Chatan ഞാനും ഇരുന്ന് പല Venu Chatanന്റെ പല കഥകളും ഞാൻ കേട്ടു, പണ്ടത്തെ കാര്യങ്ങളും. And there was so much of joy. But that film was very well received in Tamil. Malayalam, the release, some issues were there. Our distributor had some problems in promoting the film. So I think a lot of people didn't know. Kerala the proper release. So Tamil did well. Tamil, Telugu, and music was also well appreciated. Beautiful sound. Beautiful cinema. That is because in times, when times change, ട്രെൻഡ്സ് ഒക്കെ മാറുന്നതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് ആണ്. അതൊരു പാസിംഗ് ഫേസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് വെൻ യു തിങ്ക് ഓഫ് ഗോൾഡൻ മ്യൂസിക്കൽ ഈറ ഓഫ് മലയാളം സിനിമ, ലൈഫ് ദേവരാജ് മാഷ്, ജോൺസൺ മാഷ്, അത് രവീന്ദ്രൻ മാഷ് വന്നു, എത്ര പടങ്ങളല്ലേ, സോ ബ്യൂട്ടിഫുൾ സോങ്സ് അല്ലേ. ഇന്നും ഓഫ്കോഴ്സ് നമ്മുടെ ജനറേഷനൊക്കെ വി ആർ വെരി ഫോണ്ട് ഓഫ് ലിസണിംഗ് ടു ദോസ് ഓൾഡ് സോങ്സ്. It's so nostalgic when you listen to those songs. ലാലേട്ടന്റെ ഒക്കെ എത്രയോ പടങ്ങള് അവര് ഒരുമിച്ച് ചെയ്ത കോമ്പിനേഷനിൽ വന്ന സിബി മലയിൽ മോഹൻലാൽ ടീമിന്റെ ഭരതം, കമലദളം, ഡിസൈനർ, there are so many films. So അതിന്റെ ഒക്കെ പാട്ടുകൾ. So I think it's a cycle. It will come back. അതെ സർ, ഞാനപ്പോ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സിനിമ അതിനകത്ത് ചിലപ്പോ വളരെ നല്ലൊരു കഥാപാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ആ സിനിമ അത്ര അധികം പോപ്പുലർ ആയി പോകാതെ വന്ന ഒരു സാഹചര്യത്തിൽ ആ കഥാപാത്രം അത്രമാത്രം ലൈം ലൈറ്റിലും വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഏതാണ് ഏഴാമത്തെ വരവ് എന്നൊക്കെ ഉള്ള ഒരു സിനിമയിൽ സാർ ചെയ്തത് വളരെ എന്താ പറയാ ഭയങ്കര രസമുള്ള ഒരു, അത് എനിക്ക് തോന്നുന്നു ഒരുപാട് എഫേർട്ടും കൂടി എടുത്തിട്ടുള്ളൊരു ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയിരിക്കണം.
ആ റോളും എല്ലാം. പക്ഷെ അത് കണ്ടവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, എന്നാൽ അതൊരു ഹിറ്റ് സിനിമയിലേക്ക് പോയില്ല. അതുകൊണ്ട് ആ കഥാപാത്രവും അങ്ങനെ എല്ലാവരിലേക്കും അത്ര റീച്ച് ആയില്ല. അങ്ങനെയൊരു സിറ്റുവേഷൻസ് വരുമ്പോ സങ്കടം തോന്നാറുണ്ടോ? എങ്ങനെയാ അത് ഒരു വളരെ വളരെ സങ്കടം തോന്നും. ബിക്കോസ് ഇതിന് വേറൊരു കാര്യം, ജസ്റ്റ് നോട്ട് അബൌട്ട് ദ ഫിലിം, ക്വാളിറ്റി ഓഫ് ദ ഫിലിം മാത്രം, അതിന്റെ മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഈ കാലത്ത്. എസ്പെഷ്യലി മാർക്കറ്റിംഗ്, ദ ടൈം ഓഫ് റിലീസ്. നമ്മള് സിനിമ ഭാഷയിൽ പറഞ്ഞാൽ ചില പടങ്ങളുടെ തലയിലെടുത്തുന്നു, അങ്ങനെ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. ബിക്കോസ് ഏഴാമത്തെ വരവ്, ഐ തിങ്ക് അതിന്റെ പ്രൊമോഷനും റിലീസ് വാസ് സ്ലൈറ്റ്ലി മെസ്ഡ് അപ്പ്. It was not, there was some communication problem between the distributor and director, and Anand own production ആയിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഏതോ ഒരു പടത്തിന്റെ പ്ലേസിലേക്ക് അത് കൊണ്ടുപോയിട്ടു റിലീസ്. അങ്ങനെ ഒരു ഹേസ്റ്റി ഡിസിഷൻ ആയിരുന്നു. പക്ഷെ അവിടെ ഈ പബ്ലിസിറ്റി എലമെന്റ് nobody took care. So people didn't know actually. എന്താ വെച്ചാല് അനന്ത് സാറിന്റെ എം ടി സാറിന്റെ കോമ്പിനേഷനിൽ ഒരു പടം വരിക എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഒരു ആഘോഷിക്കേണ്ട ഒരു മൊമെന്റ് ആണ്. ബിക്കോസ് ഗ്രേറ്റ് മാസ്റ്റേഴ്സിന്റെ ഒരു പടം വരുന്ന സമയം അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു എലിമെന്റ് ആൾക്കാർക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അവരെ അറിയിക്കണല്ലോ ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട് എന്ന് അറിയിച്ചാൽ മാത്രമല്ലേ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാർക്കറ്റിംഗിലുള്ള വലിയൊരു പിഴവായിരുന്നു ആ പടത്തിന്. അതിന്റെ കണ്ടന്റ് എനിക്ക് തോന്നുന്നു ക്രാഫ്റ്റ് വൈസ് അനന്ത് സാർ വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ഫിലിംസ് ആക്ച്വലി. എം ടി സാറിന്റെ പഴയ എവിടെയോ ഒരു ശത്രു എന്ന് പറഞ്ഞ പടത്തിന്റെ അഡാപ്റ്റേഷൻ ആണ് അത്. ആ പടം സുമാരേട്ടനെയും വേണുനാഗവള്ളി ചേട്ടനെയും വെച്ചിട്ട് they had shot it sometime in 79 or 80, the same film. It was completely over, പക്ഷെ they couldn't release it. അങ്ങനെ അത് റീഅഡാപ്റ്റ് ചെയ്ത് 2013 അനന്ത് സാർ വീണ്ടും അത് ഇന്ദ്രജിത്ത് സുമാരേട്ടൻസ് റോൾ, ഐ ഡിഡ് വേണുവേട്ടൻസ് റോൾ. സോ അങ്ങനെ അത് ടൈമിനനുസരിച്ച് അവര് മാറ്റി റീസ്ട്രക്ചർ ചെയ്ത് എം ടി സാറിന്റെ അതേ സ്ക്രിപ്റ്റ് ഞാൻ മറക്കില്ല. ബിക്കോസ് എന്നെ ആ പടത്തിന് കാസ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ചെന്നൈയിൽ ഹരൻ സാർ വിളിച്ചിട്ട് ഹി ഗേവ് മീ ദാറ്റ് സ്ക്രിപ്റ്റ്. എവിടെ ഒരു ശത്രുവിന്റെ പഴയ സ്ക്രിപ്റ്റ് എം ടി സാറിന്റെ അക്ഷരത്തിലുള്ള ആ സ്ക്രിപ്റ്റാണ് എനിക്ക് വായിക്കാൻ തന്നത്. ഞാനിവിടെ ഐ തിങ്ക് ഐ കേം ഇൻ ദ ആഫ്റ്റർനൂൺ, ഐ സാറ്റ് വിത്ത് ദാറ്റ് സ്ക്രിപ്റ്റ് ഐ തിങ്ക് ടിൽ 12 o'clock. ഒറ്റയടിക്ക് ഐ റെഡ് ദാറ്റ്. ഐ കുഡന്റ് ഗെറ്റ് ഇറ്റ്. That is the power of അദ്ദേഹത്തിന്റെ റൈറ്റിംഗിന്റെ പവർ, ഭാഷയുടെ ഭംഗി, അതിലെ ഡയലോഗ്സിന്റെ ബ്യൂട്ടി. only thing was it was slightly അന്നത്തെ ഇതിൽ നിന്ന് അവര് അപ്ഡേറ്റ് ചെയ്തെങ്കിലും അത് ഇന്നത്തെ ചില ആൾക്കാർക്ക് they couldn't relate to the theme because ഇപ്പം highly ഇപ്പൊ നമുക്ക് technology wise, even if you are away from for a couple of years, you can track people through social media or email or so. അത്തരം ഗാഡ്ജറ്റ്സ് മനഃപൂർവ്വം സിനിമയിൽ വേണ്ടെന്നായിരുന്നു എം ടി സാറിന്റെ ഡിസിഷൻ. ആ പടത്തിൽ തന്നെ ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആയിട്ടാണ്. സോ എനിക്ക് തന്നെ ഒരു ഐപാഡ് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ. നമ്മൾ കാട്ടിലായിരുന്നു. സോ ആ ഒരു ലോജിക് വെച്ചിട്ട് അധികം മൊബൈൽ ഫോൺസ് ഇതൊന്നും അനാവശ്യമായിട്ട് വേണ്ടെന്നുള്ള രീതിയിൽ എം ടി സാർ അത് ഇതാണ്. പക്ഷെ ഗായത്രി പറഞ്ഞ പോലെ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ഹരിഹരൻസ് ബെസ്റ്റ് ഫിലിംസ്. ആൻഡ് എടുത്തു പറയേണ്ടത് ശ്രീ എസ് കുമാർ, ക്യാമറമാൻ, കുമാരേട്ടന്റെ സിനിമാറ്റോഗ്രാഫി. പരിണയത്തിന് ശേഷം ഹരിഹരൻ സാറും കുമാരേട്ടനും ഒരുമിച്ച് ചെയ്ത സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. എം ടി സാറിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഞാൻ ഏറ്റവും ട്രഷർ ചെയ്യുന്ന അതിലെ ലൈൻസ്. ആൻഡ് ആ പടത്തില് ഐ തിങ്ക് 85 or 90 സീൻസ്, അതിൽ 1 or 2 സീൻ വെച്ച് ബാക്കി എല്ലാ സീനിലും ഈ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ട്. സോ എനിക്ക് കണ്ടിന്യൂസ് വർക്ക് ആയിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഡ്രീം ലാൻഡ് ഫോർ മീ, വർക്കിംഗ് ഇൻ ദാറ്റ് ഫിലിം ആൻഡ് ലേർണിംഗ് ആൻഡ് saying empty says dialogues. It's such a beautiful, very big, very enriching experience for an actor. And working with Indran and Bhavna, നമ്മൾ മൂന്നുപേരാണ് നല്ല സെൻട്രൽ ക്യാരക്ടേഴ്സ്. So that is that. Can you hear me, Gayatri? Hello. എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഒരു ചെറിയ നെറ്റ്വർക്കിന്റെ ഒരു ചെറിയ എറർ ഉണ്ടായിട്ടുണ്ട്.
സോറി സർ, സാർ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യായിരുന്നോ? എന്റെ പെട്ടെന്ന് കട്ടായി പോയി. അല്ല, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ആസ് എൻ ആക്ടർ വളരെ എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഏഴാമത്തെ എന്നുള്ള ചിത്രം. ഇറ്റ് വാസ് a learning experience, and more than that, working with incredible talents. Indrajit Bhavana, central characters here. Very memorable. എന്റെ സൈഡിൽ നിന്നാണ് ശബ്ദം വന്നത് സർ? എന്റെയാണ് എന്തോ ഒരു ഡിസ്റ്റർബൻസ് വന്നത്? അതായില്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പോ വീണ്ടും ഡാൻസിലേക്ക് കടന്നു വരട്ടെ സർ. അപ്പം ഞാനിപ്പം സാറിന്റെ ജ്ഞാനപ്പാന കണ്ടിരുന്നു. ഇല്ലെങ്കിൽ അടുത്തുള്ള എല്ലാ ഡാൻസുകളും ഒരുമാതിരി എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാറിന്റെ പെർഫോമൻസസ് എല്ലാം. അപ്പൊ പണ്ട് നമ്മൾ കാണാറുള്ള ഒരു ഭരതനാട്യത്തിന്റെ ഒരു സ്റ്റൈൽ ഉണ്ട്, വളരെ ഫാസ്റ്റ് മൂവ്മെന്റ്സ് മാത്രമുള്ള, ഭയങ്കര ക്രിസ്പ് ആയിട്ടുള്ള. എന്നാൽ സാറിന്റെ ഇപ്പോഴുള്ള മിക്ക പെർഫോമൻസസിലും കുറച്ചും കൂടെ കൂടുതൽ ആ ഒരു ഗ്രേസ് എലമെന്റ്സ്, അങ്ങനെ ഭയങ്കര ചാടി ഉള്ള റിഗറസ് ആയിട്ടുള്ള സ്റ്റെപ്സിനെക്കാട്ടിലും കൂടുതൽ ചെറിയ സ്റ്റെപ്സും എന്നാൽ ഭയങ്കര ഗ്രേസ്ഫുള്ളും എന്നാൽ ഒരുപാട് സട്ടിലായിട്ടുള്ള ന്യൂവൻസസും ഒക്കെയുള്ള ഒരു ഡിഫറെന്റ് സ്റ്റൈല് ഫീൽ ചെയ്യുന്നു. അത് ഒരു ഡിഫറെന്റ് സ്റ്റൈല് തന്നെ ഒരു ഫോർമുലേറ്റ് ചെയ്തതാണോ അതോ അതൊരു പ്രത്യേകം അങ്ങനെ ഉണ്ടോ? എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചോദിക്കാം കേട്ടോ. ആക്ച്വലി ഞാൻ ഡോക്ടർ പദ്മയുടെ പെഡഗോജിയാണ് ഭരതനൃത്യം. I was trained in Bharatanatyam, and Dr. Padma has revived the gone tradition of the Marga tradition. That is, Natyashastra Karanangal. She revived it. Other 500 years ago, it's out of practice. So she revived it, combined with the pedagogy of Bharatanatyam, and she calls it Bharatanatyam. So the basic adavas, Bharatanatyam adavagalana nammal padikkunnengil adinte kuda we learn the Natyashastra elements of the basic body training elements, the abhinaya elements, the karanas. So our training has definitely improved my quality of grace. So Gayatri പറഞ്ഞ പോലെ എല്ലാം ചെറിയ ചെറിയ സ്റ്റെപ്പ് ഗ്രേസ്ഫുൾ, അത് കാണുമ്പോൾ അങ്ങനെ തോന്നും. When you try to do that, അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരുപാട് സട്ടിലാണ്, ഒരുപാട് ന്യൂവൻസസ് ഉണ്ട് അതിന്. അത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. That subtlety and those nuances have to be learned from a Gurumukham. So I have had that blessing, and Dr. Padma adu padichadu kondu I can apply and do it. So maybe our techniques of application called charis, nrittahastas, the angas, upangas, idakku club edu, then you do karanas. So these are very, very unique, different dance movements which were part of our Indian traditional dance. Sir, ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാണിന്ന് ഫോർമുലേറ്റ് ആയി വന്നതാണോ? അല്ല, സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. Natyashastra, it is from Natyashastra. The Banis came from as Deshis. Each region took elements from the core, which is Natyashastra, the Margi tradition, which is Bharatmuni's Natyashastra. So other applications at the time, different styles were formed. But this was the part of our Indian dance in ancient times. So Namalappa Kanana Bharatanatyam as of in Tamil Nadu has been there for hardly 100 years. So Noru Kollaitana Sadir Mari evolved Vedana, Rukmini Devi Arundel restructured it as Bharatanatyam, and Natuvana started bringing it to our villages. That is called the Bhani. That is, a particular village will have a particular style of doing the same Bharatanatyam, which was called Bharatanatyam by E. Krishna. So that's history. So this is a part of the Natyashastra technique which Dr. Padma Subramanian revived, which I have learned. So I am applying it in my dance. At the same time, you have vigorous and highly
physical strenuous movements and when you do proper adavas like techniques like all the adavas and korvays and swarams, definitely you need to have vigor and clarity. It's called anga suddha. Okay, so when you apply this grace element, the lasam also comes into you, which makes it more graceful. But that technique, as you said, our nuances, adu manasilaki, adu internalize. They say you should bring out the satvika quality, the sattvic, the internalized abhinayam. You have to experience it and bring it out. So that is what I have been trained in, and I am trying to explore, still exploring. പ്രൊഡക്ഷൻ അത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ്? അത് എത്ര ചലഞ്ചിങ് ആയിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാനും? ഇപ്പൊ ഞങ്ങൾക്ക് ഹിഡംബി കൊണ്ടുപോകാനും ഞങ്ങൾ അതിനൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതേപോലെ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതും അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? Jnanapana was initiated by the great Guru Sri Sri Ravi Shankar. Art of Living ന് വേണ്ടിയിട്ട് he wanted to revive Jnanapana for the younger generation. അങ്ങനെ അദ്ദേഹം he brought it out as a musical album. Through Sarathan had to compose it, and it was just a normal devotional album പോലെയായിരുന്നു അത്. So അവരുടെ one of their inaugural cultural unit in inauguration in Kerala, they wanted a portion of that to be presented. അങ്ങനെ ആ ഒരു portion choreograph ചെയ്യാനാണ് ഞാൻ വന്നത് actually. But when I heard it, and then for another cause, I said, why don't we do the whole thing? We did only 20 minutes of it. I said, we'll do all the 360 verses. I will choreograph the whole thing and let me make it into a production. അങ്ങനെയാണ് അത് initiated. Then I took over and made it as a whole production, and then I presented it. That is with the narration of what made Undanam writes Jnanapana, and our Kadha Mudal, അദ്ദേഹത്തിന് realization വന്ന് that that realization he gets and the vision of Vishwarupam that comes into him makes him write Jnanapana, which is simple philosophy and value of being born in a mother's womb, and about Bharatavarsha, the auspiciousness of being born in Bharata Bhumi. ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചെങ്കിൽ എന്നുള്ളത് like I wish I could എന്നുള്ള മറ്റുള്ള ലോകത്തുള്ള ആൾക്കാർ അസൂയോടെ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ധാരണ. So why don't you value that എന്നുള്ള ഒരു philosophical message comes through that, and it is very relevant in these days to understand Jnanapana, because how like by chanting the Lord's name or being nice to people and just by thinking of the supreme power, how goodness can come to you and you get moksha. That is what they say, that moksha is the ultimate realization that happens. So adinte oru message aanu. As a dancer, it was definitely a challenge because it's not easy to choreograph philosophical pieces. Namakku eduthu kanikkumbom it has to be interesting, it shouldn't be boring, monotonous ആവാൻ പാടില്ല. എന്ന് വെച്ച് നമുക്ക് ഓവർ ദ ടോപ്പ് ആയിട്ട് ചെയ്യാനും പറ്റില്ല, അതിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. So I have my beautiful dancers with me. So group, solo, interactive patterns, like we call the Sanchari Bhavas, where we elaborate a particular sequence and show. അങ്ങനെ പല interesting elements ഇട്ടിട്ട് I formulated. And brilliant music by Shardaran. Shardaran's incredible composition, a lot of great singers, including Chitra Chechi. സാറിന് ആ മ്യൂസിക് അച്ഛന്റെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അത് വെച്ച് കേൾക്കാറുണ്ട്. സാർ ആ മ്യൂസിക് തന്നതേ അയ്യോ ഭയങ്കര ഫീലിംഗ്. ക്ലെൻസിംഗ് ആണ്, മനസ്സിനെ തന്നെ ഒന്ന് മെഡിറ്റേഷൻ ലിസണിംഗ്. ഞാൻ ആദ്യം സാറിന്റെ പെർഫോമൻസ് കാണുന്നതിന് മുമ്പ് ഈ പാട്ടാണ് കേൾക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ കാണാൻ വരുന്നത് പാലക്കാട് വെച്ചിട്ട്. പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും സാർ പറഞ്ഞ പോലെ ആ ഒരു ഫിലോസഫിക്കൽ എലമെന്റ് നമ്മളെ എന്നെ ശരിക്കും ഒരു ട്രാൻസെൻഡ് ചെയ്തു ശരിക്കും ആ ഒരു ഫുൾ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ. നോട്ട് ഈവൻ ഫോർ എ സിംഗിൾ സെക്കൻഡ് ബോർ അടിക്കുകയോ ഒന്നുമില്ല. നല്ല ക്രൗഡഡ് ഓഡിയൻസ്, ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ തിങ്ങി നിറഞ്ഞ് എണീറ്റ് നിന്നിട്ടൊക്കെയാണ് കണ്ടത്. പക്ഷെ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. That's the power of the poem. What he has written has that kind of power. So നമ്മൾ അത് adapt ചെയ്യുമ്പോൾ നമുക്ക് we get that punyam also by doing it. Even by watching it, you get punyam. That's the power of the
ദി പവിത്രത എന്ന് പറയില്ല നമ്മള്, സാങ്ക്ടിറ്റി ഓഫ് ദി ക്രിയേഷൻ ഓഫ് കുണ്ടാട്ടൻ നമ്പൂതിരി. ആ ജ്ഞാനപ്പാനയുടെ ഒരു ദിവ്യത്വം അതാണ്. ആൻഡ് ശരത്തേട്ടന് ലീലാമ്മ പണ്ടത്തെ ലീലാമ്മ പാടിയ അതേ സാങ്ക്ടിറ്റി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. രാഗങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് തരും. അതൊട്ടും ഒരു ഡൈല്യൂട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ അതിങ്ങനെ ഇൻസ്ട്രുമെന്റൽസ് ഒക്കെ ഇട്ടിട്ട് അത് ലൗഡ് ആക്കാതെ വളരെ ഭംഗിയായിട്ട് രാഗമാലികയായിട്ട് അദ്ദേഹം അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് അതിന്റെ ഒരു ഗായത്രി അത് എൻജോയ് ചെയ്തുകൊണ്ട് ദ സെയിം എൻജോയ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ വി ഗെറ്റ്. ഞാനും എന്റെ ഡാൻസസ് എവറി ടൈം വി ഡാൻസ് വി ഗോ ഇൻ ടു ഒരു അബ്സല്യൂട്ട് ബ്ലിസ്. ശരിക്കും അത് നിങ്ങൾ കളിക്കുമ്പോഴും അത് ശരിക്കും അത് ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട്, ആ ഒരു ഫീലിംഗ് വാട്ട് യു ഓൾസോ ഗോ ത്രൂ ഇൻ ദാറ്റ് പ്രോസസ്. സാറിന്റെ അതേപോലെ നാട്യഗൃഹം എന്നുള്ള ഡാൻസ് ക്ലാസിനെ കുറിച്ച്, അവിടുത്തെ കോഴ്സസിനെ കുറിച്ച് സാറിന് ഒന്ന് പറയാൻ പറ്റുമോ? നൃത്യഗൃഹം. സോറി. Yeah, Nrityagraham it's been a dream for a long time. I've always I love teaching and I have been teaching actually. More than 20 years I have been teaching ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടില്ല, പക്ഷെ ഞാൻ എന്റെ ഡാൻസേഴ്സിനെ ഞാൻ പഠിപ്പിക്കും. എന്റെ കൂടെ കളിക്കാൻ ഡാൻസ് ചെയ്യാൻ വരുന്ന കുട്ടികളെ I teach them. എന്റെ കൂടെ ഒരു 8 to 10 dancers ഉണ്ട്. For the past 12 years they've been dancing with me. അവരെല്ലാം +1 ഒക്കെ പഠിക്കുമ്പോൾ ഫ്രീലാൻസ് ഡാൻസേഴ്സ് ആയിട്ട് വന്നതാണ്. ബേസിക് ട്രെയിനിങ്, പക്ഷെ I completely restructured their style and adapted it to my productions or dance forms. So ഞാൻ കൊറിയോഗ്രാഫ് ചെയ്യുന്നതും എന്റെ പ്രൊഡക്ഷൻസിലും, പിന്നെ my star shows and വലിയ വലിയ star showsൽ when I take part, I take these dancers, I train them. So it's been a learning experience for me and for them. അതല്ലാതെ when I go abroad, ഒരുപാട് സ്ഥലങ്ങളിൽ I have trained dancers over there. ഞാൻ അമേരിക്കയിൽ പോകുമ്പോൾ അവിടുന്ന് ഗ്രൂപ്പ് വരും. I train them for maybe 1 to 2 weeks and then they dance with me. Australia I have done that, Singapore, so many places, Dubai, different dance schools കുട്ടികൾ വന്നിട്ട് I have been trained. So I have been teaching. That process has been going on for quite some time. But it has always been my ambition to form a school. School എന്ന് പറയുമ്പോൾ it has to be very systematic, highly scientific ആയിരിക്കണം. നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു പെഡഗോജി. സോ ഞാൻ എന്റെ ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചതും ഞാൻ അഡാപ്റ്റ് ചെയ്തതുമായ അതേ പെഡഗോജി ഐ എം ടീച്ചിങ് ഇൻ നൃത്യഗ്രഹം, which is ഭരതനൃത്യം. സോ അതിൽ ബേസിക് എലിമെന്റ്സ് ഓഫ് നാട്യശാസ്ത്ര ടെക്നിക്സ് which I have learned along with the അടവ് pattern of Bharatanatyam and the normal items that we follow. So our pedagogy in a very systematic, from a very basic level mudal, I have courses for people who have പഠിച്ചിട്ട് ടച്ച് വിട്ട് പോയ ആൾക്കാരുണ്ട്. കല്യാണം കഴിച്ചു പോയ സ്ത്രീകളുണ്ടാവും. അപ്പൊ അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു റിഫ്രഷർ കോഴ്സ് പോലെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് they can start learning again. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുള്ള കുട്ടികൾക്കുണ്ട്. ആണുങ്ങൾക്ക് സെപ്പറേറ്റ്. I don't combine them with girls. ആണുങ്ങളുടെ ക്ലാസ് സെപ്പറേറ്റ് ആണ്. അവരുടെ ഈ ടൈമിങ്ങും ആ ടൈം ആണുങ്ങളുടെ രാവിലെ ആണെങ്കിൽ ഗേൾസിന് വൈകുന്നേരം ആയിരിക്കും. So that even our school, I don't want boys to come and wait when girls are learning. So ആണുങ്ങൾ വരുമ്പം ഇത് ഞങ്ങളുടെ ആക്ടിവിറ്റി, ഇത് ഞങ്ങള് we are boys, so we are doing something masculine എന്നുള്ളത് അവർക്ക് തോന്നണം. അല്ലാണ്ട് സ്ത്രീകളുടെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വരുന്നു എന്നുള്ള ഒരു ധാരണയും വരുന്നത് അത് അല്ലതാണ്. അതെ, സാർ ഒരുപാട് ഈ ജെൻഡർ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ സാർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അത് എത്രമാത്രം റിസെപ്റ്റീവ് ആണ്? ഇപ്പോ ഒരുപാട് ബോയ്സ് വരുന്നുണ്ടോ, അതോ ഇപ്പോഴും ആ ഒരു നോഷൻ ഉണ്ടോ? ലൈക്ക് ഇത് പെൺകുട്ടികളുടെ മാത്രമാണ്, ആ ഒരു ഫെമിനൈൻ ഇത് വരും, എന്നെ ചാന്തുപൊട്ടെന്ന് വിളിച്ച് കളിയാക്കും എന്നൊക്കെയുള്ളൊരു അതിപ്പോഴും ഉണ്ടോ? ആക്ച്വലി അത് it's a misconception. അതുണ്ട്. അത് നമുക്ക് we cannot blame them because അത് ഒരു റിയാലിറ്റി ആണ്. Because dancing is generally concerned to ladies activity ആയിട്ടാണ് നമ്മുടെ ജനറൽ സൊസൈറ്റിയിൽ. സ്പോർട്സ് ഫോർ മെൻ ആൻഡ് ഡാൻസിങ് പെണ്ണുങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ്. സോ യു കനോട്ട് ബ്ലെയിം ദം. പക്ഷെ ഇതില് അടിസ്ഥാനപരമായിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ we don't realize the value of those traditional technique of dance form that we are mastering. ആണുങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചാൽ അതിൽ ഒരിക്കലും സ്ത്രൈണത വരില്ല. അറ്റ് ദ സെയിം ടൈം ദാറ്റ് ചൈൽഡ്
അത് ഉൾക്കൊണ്ട് അതിന്റെ പവിത്രത മനസ്സിലാക്കി അതിന്റെ നന്മ അയാളിൽ വരും. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസസ്. ട്രഡീഷണൽ ഡാൻസസിന്റെ ഭംഗി അതാണ്. ഇറ്റ്സ് ലൈക്ക് യോഗ. ഇറ്റ്സ് ഹൈലി മെഡിറ്റേറ്റീവ്, ഫിസിക്കലി എക്സസൈസ് ആണ്, മാനസികമായിട്ട് നമ്മളുടെ ഉള്ളിൽ ഗ്രോത്ത് വരും. പക്ഷെ അതൊരു പ്രായം, ആ ഗ്രോയിങ് പീരീഡില് കുട്ടികൾക്ക് ആ ഒരു അച്ചടക്കം, ഒരു താളബോധം, അതുപോലെ വാല്യൂസ്, നമ്മൾ ആൾക്കാരെ, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ ബഹുമാനിക്കണം, ഇതൊക്കെ ഇതിന്റെ കൂടെ വരുന്ന എലിമെന്റ്സ്. So that is what the child misses. പക്ഷേ I come to the point, when boys are being trained, there's a particular way in teaching a boy to dance in a proper way. ബോയ്സ് പഠിക്കേണ്ട രീതിയും ഗേൾസ് പഠിക്കേണ്ട രീതിയും രണ്ട് തന്നെയാണ്. രണ്ട് തന്നെയാണ് ആക്ച്വലി. ടെക്നിക്ക് ഒന്നാണ്. ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന ടെക്നിക്ക് സ്ത്രീകൾക്കായി ചിട്ടപ്പെടുത്തിയതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഭരതനാട്യം 100 years ആയിട്ട് എന്നുള്ളത് ഒരു ടൈമിൽ നട്ടുവനാസ് പഠിപ്പിക്കാൻ തുടങ്ങി. Then stop performing. ഇപ്പൊ നമ്മൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഈ 2 സെഞ്ചുറീസിലെ നട്ടുവനാസിനെ എടുത്താൽ, വഴുവൂർ രാമയ്യപ്പിള്ളை, അദ്ദേഹമാണ് ഇന്നിപ്പോൾ ലെജൻഡറി ഡാൻസേഴ്സ്, ഇൻക്ലൂഡിംഗ് ഡോക്ടർ പത്മ. അവരുടെ ഒക്കെ ഗുരു വഴുവൂർ രാമയ്യപ്പിള്ളை. But they were only teachers. They used to never perform. So they used to mold this technique for women. So our exercises were mainly for women. പക്ഷെ അത്, it is a part of our traditional dance which is for both. So when you teach a boy, you should know the difference, how to adapt. There is a masculine way of doing things in the level, how to adapt the abhinayam, how to adapt the technique. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് brilliant and academic ആയ male dancers are there. If you take in Chennai, gurus are there. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ കലാക്ഷേത്രത്തിൽ വന്ന് പഠിച്ച്, അതായത് highly reputed academic ആയ dancers ആയിരുന്നു. That is because അവരുടെ passion കൊണ്ട് they get the right guidance and they go. So that is what I'm trying to say. It is a humble attempt. എൻ്റെ ഒരു വളരെ എളിയ ശ്രമമാണ്. ഞാനിപ്പോ എന്റെ സ്കൂളിൽ ഇപ്പൊ എനിക്ക് ഒരു 5 പേരുണ്ട്. they come in person and learn. 5 boys. They come and learn വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും. അതിൽ 2-3 പേര് വളരെ പുതിയതായിട്ട്, ടോട്ടലി ന്യൂ. പക്ഷെ I can see the passion in them, and it is my duty to correct them and channelize it for them, so that they understand the value and they feel that it's something masculine that we are doing. So that is it's a humble attempt. അതൊരു വലിയ ക്ലെയിം ഒന്നല്ല, but it's difficult. As I told you, കുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടേ, unless the child is very focused and the parents have to be encouraging. കുട്ടിക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അച്ഛനമ്മക്ക് താല്പര്യമില്ലെങ്കിൽ അത് നടക്കില്ല. സോ ഇതൊക്കെ ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്. അത് എന്റേതായ രീതിയിൽ ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു മൈ ബെസ്റ്റ്, ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ടു ലേൺ ആൻഡ് അഡാപ്റ്റ് ദ ടെക്നിക്. സോ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് കുട്ടിക്ക് അത് പഠിക്കാൻ സാധിച്ചു. ഞാൻ വിചാരിച്ചു ചില കുട്ടികളൊക്കെ ഞാൻ വിശ്വസിച്ചു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കാൻ പറ്റുന്നത്. അങ്ങനെ അത്രയും ടാലന്റ് ഉണ്ടോ. നമ്മളിപ്പോ റിയാലിറ്റി ഷോയിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന ബോയ്സ്, എന്റെ കൂടെ ചെയ്യുന്ന ബോയ്സ് തന്നെ ഇന്നിപ്പോ കാണാം. They're all outstanding dancers and they're all doing well. ഇപ്പം എന്റെ കൂടെ മാത്രമല്ല, അവരുടെ ഇൻഡിവിജ്വൽ ഷോസ് ആയാലും മറ്റു ടെലിവിഷൻ ഷോസും എല്ലാം ഇപ്പൊ they're doing very well. Professionally they're doing well. ഇതൊന്നും പ്രൊഫഷണലി ഡാൻസർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ambition ഒന്നും വെച്ച് വന്നതല്ല. ഔട്ട് ഓഫ് പാഷൻ, മനസ്സിലെ ആഗ്രഹവും, I want to do this, I want to learn എന്നുള്ള ആ തീവ്രമായ ആഗ്രഹം towards art, അത് ഉള്ളിൽ ഉണ്ടായാലും ബാക്കിയൊക്കെ തനിയെ വരും. It will all just follow you. That will take you to professional heights. You will become an acclaimed dancer. You need to be focused. അതാണ് എൻ്റെ ഒരു എളിയ അനുഭവം. ശരിക്കും സർ ആ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ശരിക്കും എന്താ, ഇറ്റ് റിക്വയർസ് എ ബിഗ് അപ്ലോസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരുടെ സർ ചെയ്യുന്ന ഒരുപാട് ഷോസ് ഒരുപാട് പേർക്ക് അത് മോട്ടിവേഷൻ തരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു ഫെമിനൈൻ ഒരു ആവശ്യമില്ല, അങ്ങനെ വരില്ല എന്നുള്ളത് വിശ്വസിക്കാനായിട്ട്. ബിക്കോസ് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ സീരിയസ് ആയിട്ട് ഡാൻസിനെ തന്നെ മുന്നോട്ട് എടുക്കുമ്പോൾ അത് കുറെ പേർക്ക് അതൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു പാരാമീറ്റർ തന്നെയാണ്. സാധാരണക്കാർക്ക് സിനിമ. പക്ഷെ അല്ലാതെ ഞാൻ പറയുന്നത് അക്കാഡമിക്കലി ക്വാളിഫൈഡ് ഡാൻസേഴ്സ് ആൻഡ് ഗുരുസ് അതെ. ചെന്നൈയിലൊക്കെ ഉള്ള ഒരു ഗുണം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹൈലി അക്ലെയിംഡ് ഗുരുസ്, ആചാര്യസ്.
ഞാനൊക്കെ മെസ്മറൈസ്ഡ് ആയിട്ട് പോയി കാണാറുണ്ട്. മ്യൂസിക് അക്കാദമിയിലൊക്കെ ചെയ്യുന്ന ഇവരുടെ ഷോസ് ഓൾ ഇന്ത്യയിൽ വരുന്ന ഡാൻസേഴ്സ് ഉണ്ട്. സോ അത് നമുക്ക് കേരളത്തിൽ അധികം കിട്ടാറില്ല. അപ്പൊ ആ ഒരു എക്സ്പോഷർ ഇപ്പം ലൈവ് ഇല്ല. പക്ഷെ യു ഹാവ് യൂട്യൂബ് നൗ. സോ ചിൽഡ്രൻ ഗെറ്റ് എക്സ്പോസ്ഡ് ടു വാച്ചിങ് great masters, and I think that is very important. കുട്ടികൾക്ക് എത്രത്തോളം ഹൈ സ്റ്റാൻഡേർഡ് ഡാൻസിങ് ആൻഡ് മ്യൂസിക് കാണാൻ പറ്റുമോ കാണിച്ചു കൊടുക്കുക. That is very important. ചെറിയ കുട്ടികളാണെങ്കിലും വെറുതെ അവരെ ഇരുത്തിട്ട് കാണിക്കാം. നടത്തുന്നുണ്ടല്ലോ ഒരുപാട്. They will get it. അതിങ്ങനെ മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടി വലുതാകുമ്പോൾ അതിന് ഏതാണ് നല്ല സ്റ്റാൻഡേർഡ്, മീഡിയോക്കർ ഏതാണ്, അവോയ്ഡ് ചെയ്യേണ്ടത് ഏതാണ്, അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും as child grows. So that exposure is very important. That is what I feel. അതേപോലെ ഇപ്പൊ ഈ കൊറോണ പീരീഡിൽ കൂടുതലും ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ. അപ്പൊ എത്ര എഫക്റ്റീവ് ആണ് ഓൺലൈൻ ക്ലാസ്സസ്? എത്ര ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിന്റെ അത്രയും വരുമോ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ? അതോ ഇറ്റ് ഇസ് ഇല്ല? ഒരിക്കലും വരില്ല. പക്ഷെ we don't have a choice. I will not advocate online classes at all. Of course, ഇപ്പം ചില സ്കൂൾസിൽ അമേരിക്കയിലുള്ള കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അത് വേറെ നിവൃത്തിയില്ല. അത് ആ ഡിസ്റ്റൻസും അവർക്ക് വരാൻ പറ്റാതെ. പക്ഷെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴ് നമ്മള് വി ഡോണ്ട് ഹാവ് എ ചോയ്സ് നൗ. ബിക്കോസ് അല്ലെങ്കിൽ ഇത്രയും മാസം ഡിസ്കണക്റ്റഡ് ആയി പോകും. എസ്പെഷ്യലി ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്നത് നമ്മൾ തിയറി പഠിപ്പിക്കുന്നുണ്ട്. They have to memorize a lot of ശ്ലോകംസ്. They have to memorize the technique, the movements, little exercises. Everything ഇത് ചെയ്തോണ്ടിരുന്നാലേ മറന്നു പോകും. ഇറ്റ്സ് ലൈക്ക് എ നോർമൽ സ്കൂൾ ഗോയിങ് നമ്മുടെ റുട്ടീൻ പോലെയാണ്. അപ്പൊ അത് കാരണം ഞാൻ ഐ ടുക്ക് അപ്പ് ഓൺലൈൻ ആൻഡ് ഐ എം വെരി ഹാപ്പി. എന്റെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഓഫ്കോഴ്സ് നെറ്റ്വർക്ക് ചില ആൾക്കാർക്ക് പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ എങ്കിലും ശ്രമിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതായത് എസ്പെഷ്യലി ചെറിയ മക്കള്. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു ദ പേരൻസ് because I have around 13-14 young girls who come to me, 7 to 15. So ആ മക്കൾ അത്ര ഫോക്കസ്ഡ് ആയിട്ട് ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ മുതൽ ഇപ്പൊ വരെ ഞാൻ ഐ എം കൺസിഡറിംഗ് മൈ റെഗുലർ ക്ലാസ്സസ്. ആദ്യം ഒരു 20 ദിവസം എവറി ഡേ ഐ യൂസ്ഡ് ടു ടേക്ക് 2 hours ഫോർ ഓൾ ദിസ് തിങ്. ആ ഇന്റൻസ് ലോക്ക്ഡൌൺ പീരീഡ് ഒരു ഇളവുമില്ലാത്ത സമയം, നമുക്ക് പുറത്തൊട്ടും പോകാൻ കഴിയാത്ത സമയം, വളരെ ഡിപ്രസിംഗ് ആയ ഒരു സമയമായിരുന്നു ആക്ച്വലി എല്ലാവർക്കും. ഒന്നും ചെയ്യാനുമില്ല. ഐ എം വെരി ഇൻഡെഫിനിറ്റ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ആ ഒരു പീരിയഡില് it was a lot of relaxation for them and for me also. So 2 hours you're in this world of dance and you see everybody online. See, there we have to focus on, especially in the times technical perfection കഴിയുന്നത്ര കൊണ്ടുവരാൻ ശ്രമിക്കണം. And it's difficult. നമ്മൾ ഒരു ഇമേജ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. So you get confused with left and right. So ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ തിരിയുമെന്ന് പറഞ്ഞാൽ you won't know which hand to take and how to turn. It's difficult. So അതിന്റെ minute details ഞാൻ explain ചെയ്ത് കൊടുക്കണം. അപ്പൊ അതൊരു 15 പേര് ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കായിട്ടും ചെയ്ത്. So it is time consuming. But if you can do it like that, to an extent we can keep in touch with the process of learning. Our disconnection varilla. When you get class ഇല്ലാണ്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയി പോകും. ഒന്നും ഓർമ്മയുണ്ടാവില്ല, മറന്നു പോകും. കുട്ടികളല്ലേ, ഇപ്പോഴത്തെ കാലത്ത് യു വിൽ ബി സ്റ്റക്ക് ടു യുവർ ഇലക്ട്രോണിക് ഗെയിംസ് ആൻഡ് ഗാഡ്ജറ്റ്സ് ആൻഡ് ടിവി ആൻഡ് DVD ആൻഡ് ഐപാഡ് ആൻഡ് ഓൾ ദാറ്റ്. കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയി പോകും, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ആൻഡ് ആ പ്രോസസ് ഓഫ് ലേണിംഗ്, ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കാനുള്ള ആ താല്പര്യം കുറയും, ആ കലയോടുള്ള ഒരു അടുപ്പം കുറയും. പക്ഷെ നമുക്കിപ്പോ വേറെ no other choice. So I'm doing online. എത്രത്തോളം ഈ നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് വരെ ഐ വിൽ കണ്ടിന്യൂ. പക്ഷെ ആ പഠിപ്പിക്കുന്നത് ഡെഫിനറ്റ്ലി ഐ എം പുട്ടിങ് മൈ 100%. എന്റെ കൂടെ 2 ടീച്ചേഴ്സും ഉണ്ട്. ഞങ്ങൾ വി ടേക്ക് കെയർ ആൻഡ് വി മേക്ക് ഷുവർ എത്രത്തോളം അവർക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത്. എവറി ക്ലാസ് വി ട്രൈ ടു. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ നെയിം സേക്ക് ഓൺലൈൻ ക്ലാസ് അല്ല. പേരെന്നെ ഒരു ഓൺലൈൻ ക്ലാസ് പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഇറ്റ്സ് ഡീറ്റെയിൽ ക്ലാസ് തന്നെയാണ്. പഠിപ്പിക്കേണ്ട രീതിയിൽ തന്നെ പഠിപ്പിക്കും. അവർക്ക് നോട്ട്സ് കൊടുക്കും. എല്ലാത്തിനും ഗ്രൂപ്പ് ഉണ്ട്. അത് വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കാര്യങ്ങള്. സോ അവർക്ക് they have a feeling that it's going normal. Process of learning is normal. So this is my this thing, and I am also attending.
ഞാൻ എന്റെ ഗുരുവിന്റെ ലെക്ചർ സെഷൻസ് ഉണ്ടായിരുന്നു, ഡോക്ടർ പത്മയുടെ ലേണിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു. So all these sessions is very enriching for us, especially in the lockdown. And other thing is artists ഭയങ്കര effective. There is absolutely no work for anybody. Creative ആയിട്ട് നമുക്ക് this is the time where you can learn and like enrich yourself, practice and make this thing so that you come out with something useful. When the lockdown is over, you can come back to now. അല്ലെങ്കിൽ മരവിച്ചു പോകും മനസ്സ്. So that is, it's very important to learn at the same time. When you're teaching, you're learning by yourself. So I think ഈ ഒരു period online sessions are very important and it's very good. And God's grace, നമുക്ക് technology has given us this platform. So where would we think of sitting and doing an interview like this? അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യുന്നത് വളരെ rare ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഓൺലൈൻ സെഷൻസ് പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരുപാട് വലിയ വലിയ ഡാൻസേഴ്സിന്റെ ഓൺലൈൻ ഈ സമയത്ത് കുറെ പേര് വന്ന് പെർഫോം ചെയ്തു. സോ അതൊക്കെ ഞാൻ കഴിയുന്നത്രയും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇനി ഈ പോസ്റ്റ് കൊറോണ ഫേസില് എങ്ങനെയായിരിക്കും ആർട്ടിസ്റ്റും പെർഫോമൻസസും? അതിപ്പോ ഈവൻ ഞങ്ങൾക്കും ആ ഒരു ടെൻഷനുണ്ട്, ആ ഡിലേമയുണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയായിരിക്കും ഇനി ഇതെല്ലാം എന്നുള്ളത് സാറിന് എങ്ങനെ തോന്നുന്നു? ഹൗ വിൽ തിങ്സ് ചേഞ്ച്? എന്തായാലും ഒരു പരിണാമം ഉണ്ടാവും and that would be in a better way. എങ്ങനെ ആയിരിക്കാം ഈ പെർഫോമൻസസ് എല്ലാം? We have to wait and see. Definitely there will be a change. So unless this situation comes to a kind of normalcy, we cannot predict anything. ഒന്നും പറയാൻ പറ്റില്ല. We have to wait, hope for the best, and ഈ സമയത്ത് do our best. Keep restriction, keep social distancing, try to avoid getting sick. So that is the priority now. Be healthy. So adu kazhinjittu maybe we'll angathe oru samayam varumbo we can think about it, and I think we should definitely be able to chalk it out enganana. But alladhe ippom ee restriction vechittu performance ennolla ipo shooting at least they're trying to plan to limited aalkare vechu cheyanakku shramikkunnu. പക്ഷെ എത്രത്തോളം പ്രാക്ടിക്കൽ, ബിക്കോസ് ഈ ഫിലിം ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഇതൊക്കെ ഹൈലി ക്രിയേറ്റീവ് ആയ സംഭവങ്ങളാണ്. യു നീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ, എ ലോട്ട് ഓഫ് എഫേർട്ട്, ലോട്ട് ഓഫ് പ്ലാനിങ് ഇസ് റിക്വയർഡ്. സോ അങ്ങനെ ഒരു ഇത്ര ആൾക്കാരെ വെച്ച് ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യു കൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് ക്രിയേറ്റിവിറ്റി, ഹൗ ദ സ്ക്രിപ്റ്റ് ഡിമാൻഡ്സ്. സോ അങ്ങനെ നമുക്ക് ഇപ്പൊ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ബട്ട് we can be positive and think positive, be positive, and as citizens do our duty now to remain safe and be safe for others also. മറ്റുള്ളവരെയും സംരക്ഷിക്കാനും ഹാപ്പി ആയിട്ട് ഇരിക്കാനും ശ്രമിക്കേണ്ടതാണ് ഈ ഒരു സമയം. I'm sure we'll overcome that and come back. Appo we'll think, let's see. Appo then we can plan. We should sit and plan about what we should do and all that. Now the focus is, now as I told you, this is a time for you to relearn, learn, practice, think, and don't waste your time. Don't sit idle. Do something creative, positive. എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. ബിക്കോസ് so many people daily wages ഇപ്പൊ നമ്മൾ അവരൊക്കെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ വരും. So നമുക്ക് ആർക്കൊക്കെ സഹായിക്കാൻ പറ്റും അവരെ ഹെൽപ്പ് ചെയ്യുക, be with them, mentally support them, talk to people, talk to our relatives, talk to our friends, be connected, try to put in a lot of positive messages, and that is the best we can do, and enrich ourselves and keep learning new things. That's what I do. സാറിന്റെ മകള് ഡാൻസിലേക്ക് വന്നിട്ട് സാറിനിപ്പോ സാറ് ടീച്ചർ എന്നുള്ളൊരു ഫോമിലാണോ അതോ എങ്ങനെയാണ് സാർ? അച്ഛൻ എന്നുള്ളൊരു ലെവലിലും ടീച്ചർ എന്നുള്ളൊരു ലെവലിലും മകളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആണോ? Avanti is Guru Dr. Padma Subramanian student. എന്റെ ഗുരുവിന്റെ കീഴില് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടും അവളെ 7 yearsലാണ് ചേർത്തത്. ആൻഡ് കഴിഞ്ഞ വർഷം, that is when she was 13, almost 6 years കഴിഞ്ഞു അരങ്ങേറ്റം. ആക്ച്വലി 7 കൊല്ലമായി അരങ്ങേറ്റത്തിന് റെഡി ആവാൻ. അപ്പോഴാണ് ഡോക്ടർ പദ്മ പറഞ്ഞത് now she is ready, we can think of അരങ്ങേറ്റം. സോ അത്രയും കൊല്ലത്തെ ട്രെയിനിങ് ആണ്. അതായത് റെഗുലർ ക്ലാസ്സസ് ആയിരുന്നു.
So എന്റെ കറക്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഐ ഓൾവേസ് ഗൈഡ് ഹർ. ആൻഡ് അരങ്ങേറ്റത്തിന് സ്പെഷ്യൽ ആയിട്ട് ഡോക്ടർ പത്മയുടെ ഡെയിലി റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് ഹയർ ചെയ്തിട്ട് ഐ യൂസ് ടു ടേക്ക് ഹർ ദേർ ആൻഡ് ഐ യൂസ് ടു കറക്റ്റ് ഹർ. ബിക്കോസ് കുട്ടികൾക്ക് വി ഹാവ് ടു കറക്റ്റ് ദം. നമ്മൾ അവരെ കറക്റ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അത് ചെയ്യിപ്പിച്ചെടുത്താൽ മാത്രമേ ഇറ്റ് വിൽ കം ഔട്ട് പ്രോപ്പർലി. So that's very important. So, but she has the blessing of getting guidance from none other than Dr. Padma Subramanian. So, adinte kude ente cheriya guidance undayittund, and she's still learning. And she's growing as a dancer. Her interest in padikkunde with schooling. She's growing as a dancer. Actually, നമ്മുടെ സെഷൻ 1.5 hours ആണ്. അപ്പൊ ഞാനൊരു 5 മിനിറ്റും കൂടെ ഒരു 5-10 മിനിറ്റ് മാക്സിമം ഞാൻ എടുക്കുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഒരു സിനിമയിലെ വീണ്ടും തിരിച്ചു വരട്ടെ. സാറിന് ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ, ഒരു എന്താ പറയാ, ഒരു ഹീറോ, ഒരുപാട് സിനിമയിലെ ഹീറോ ആയെങ്കിലും ആ ഒരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് ആ ഒരു പരിവേഷത്തിലേക്ക് എത്തിയിട്ട് ആ ഒരു പരിവേഷമല്ല സാറിന്റെ ഒരു ക്യാരക്ടർ റോൾസ് അല്ലെങ്കിൽ ആ ഒരു പരിവേഷമാണ് സാറിന് കിട്ടിയിട്ടുള്ളത്. ഹാവ് യു എവർ felt bad about it, or have you always felt so happy that you had got this blessing to do the character roles? I know you're asking about stardom. Yeah, the successful. I'm very happy with what I'm, because I worked only for this. You have to work for that. To reach that kind of stardom, you need to plan your career. You have to focus on certain kind of films. I've never done that. So, and the journey was very different. I was more into dancing with a silent. At the same time, cinema was always meaningful cinema. And my priority was characters and whatever came to me. So, for stardom, you have to work for it. It's not easy to get to stardom. You need to work. You have to get into the mass audience in admiration. There is a lot of things you have to do, and there are certain kinds of films. There are certain norms for a masculine, for a macho hero. You have to work for that. I've never worked on that aspect, but luckily I've been a part of including if you take Adal Desham. Malayalam Telugu, I've done a film called Aro Pranam. Soundaryam Nanamudana cheyathu. That is another beautiful film. I was a highly energetic young hero. My priority was always the character, whether it was a hero or a secondary role, or even if it's a guest performance. If I had some content in that, so I'm always happy, and it's such a blessing. Like, നിലനിൽക്കുന്നതാണെങ്കിൽ എന്നും ആ ഒരേ ഒരു ഇതിലാണ്, ആ ഒരു അഡ്മിറേഷൻ, ആ ഒരു എന്താ പറയാ, യു ഹാവ് നെവർ ഗോൺ ഡൗൺ ഇൻ എനിത്തിങ്. എപ്പോഴും ആ ഒരു ഹംബിൾ, ആ ഒരു അപ്രോച്ചബിൾ, ശരിക്കും വളരെ ഒരു എന്താ പറയാ, ആ ഒരു ഫീലിംഗ് ഒരിക്കലും ഒരു മലയാളി പ്രേക്ഷകനല്ല, സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകന് ഒരിക്കലും ആ ഒരു ഫീലിംഗ് പോയിട്ടുണ്ടാവില്ല, പോവേ ഇല്ലാന്ന് തോന്നുന്നു. ആ ഒരു more than humility, being accepted as a good actor is very important. Very much. Audience, quality of roles, performances, directors, help the kind of technicians I work with, cinematographers, the writers, my co-actors. So it's a teamwork. So our quality, so in total, what is the output? Not about my role, who I stand. That is not what I think of. So for me, but my contribution has to be important. character for example, Gentleman, Shankar Sar's first film. So it's a guest role. And I had just come into Tamil. Avarampu was a big hit. I had just finished Jati Malli, K. Balachandran sir Lord, I had done that. Malayalam, I was very busy that time. Sargamaka Kadinjan, Chammakulam Datsan, Kamaladalam, the Kadinja time. So I was doing a lot of films here.
അപ്പോഴാണ് ഇങ്ങനത്തെ പടങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മളൊന്ന് ഇറ്റ് ഹാസ് ടു ബി സംതിങ് യുണീക്, സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണം. വെറുതെ പേരിന് ഇങ്ങനെ വന്നൊരു ഗസ്റ്റ്, അത് ഓഫ്കോഴ്സ് ഒബ്ലിഗേഷനും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലും നമ്മൾ പോയി ചെയ്യും ചില പടങ്ങൾ. സോ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ദാറ്റ്സ് വെൻ ഐ ഗോട്ട് ദിസ് ജെന്റിൽമാൻ. ഐ വാസ് സോ ഫാസിനേറ്റഡ് ബൈ ദാറ്റ് റോൾ. ചെറിയ റോളാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹൃദയസ്പർശിയായ ഒരു ക്യാരക്ടറാണ്. മെഡിസിന് സീറ്റ് കിട്ടാതെ നല്ലോണം പഠിച്ച് പൊളിറ്റിക്കൽ കാരണങ്ങളാൽ തഴയപ്പെടുന്ന ഒരു പാവം ബ്രാഹ്മിൻ ഫാമിലിയിലുള്ള ഒരു പയ്യനാണ്. പപ്പടം വെച്ചിട്ടാണ് അച്ഛൻ, എം എൻ നമ്പ്യാർ സാറായിരുന്നു അച്ഛനായിട്ട് ആക്ട് ചെയ്തത്, ഗ്രേറ്റ് ആക്ടർ എം എൻ നമ്പ്യാർ. സോ അർജുൻ സാറാണ് ഹീറോ അതില്. അപ്പൊ ഈ പപ്പടം വിറ്റിട്ടാണ് ഇവൻ, മുറുക്കൊക്കെ വിറ്റിട്ടാണ് ഇവര് ജീവിക്കുന്നത്. പക്ഷെ ഇവൻ പഠിച്ചിട്ട് ഹി വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. സോ വീട്ടിൽ ഇമേജസ് ഒക്കെ ഉണ്ടാക്കി, ദാറ്റ് ഇസ് ഹൗ ഹി ഈസ്. പക്ഷെ ഹി ഗെറ്റ്സ് സ്റ്റക്ഡ് ഔട്ട് പൊളിറ്റിക്കൽ ഇതിൽ. ഇവന്റെ മാർക്ക് നല്ലതാണെങ്കിലും ഇവൻ, ആൻഡ് ദെൻ ഈ ഒരു ഡിപ്രഷനിൽ ഇവൻ പോയി ഹി കമ്മിറ്റ്സ് സൂസൈഡ്. അതാണ് ആ പടത്തിന്റെ എസൻസ്, വേർ ദാറ്റ് മേക്സ് അർജുൻ സർസ് ക്യാരക്ടർ കം ഔട്ട് ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഈവിൾ. So that role, so ഇങ്ങനത്തെ ക്യാരക്ടർ, even if it's small, അതിന്റെ prominence in the script, എത്രത്തോളം സ്ക്രിപ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കാറ്. അതുപോലെ ഞാൻ ചെയ്ത കുറെ ഗസ്റ്റ് റോൾസ്, അരികെ എന്ന് പറഞ്ഞ പടത്തിൽ ശ്യാം ചേട്ടന്റെ, ശ്യാം പ്രസാദിന്റെ, അതിൽ ചെറിയൊരു റോളാണ്, സുഖമില്ലാത്തൊരുത്തനാണ്. മെന്റലി ഹീസ് എ ലിറ്റിൽ അൺസ്റ്റേബിൾ, പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് he's so fascinated with this character, the heroine's character, and he's a little loud in expressing things. പക്ഷെ അവൻ സുഖമില്ലാത്തൊരുത്തനാണ്. So ഇങ്ങനത്തെ roles are very challenging for actors, and even if it's not a out and out hero character, if you have something nice to perform, it is always accepted, and I've enjoyed that. So stardom, of course, stardom, as I told you, you need to really work for stardom. It's a difficult, and maintaining stardom is not easy. Once you get into stardom also, that success has to continue, otherwise your value goes down. So that is a different journey, but my journey has always been for meaningful roles, characters, and my priority has always been script and director, always. Sir, na oru quality, it's evident. ഒന്നിലും ഒരിക്കൽ പോലും, even dance like acting like even in dubbing like quality has never been compromised. It is a God's grace actually. It has been common. ചില പടങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, we've done, and once you go and do, then you understand it is not up to the mark. പക്ഷെ നമ്മൾ we'll put in our best and come back. അങ്ങനത്തെ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. So it's all, but കഴിയുന്നത്രയും we try to select the best from what I get. Especially ഇങ്ങനത്തെ ഈ ഒരു ടൈമിൽ I'm getting a lot of lovely character roles, beautiful characters. I'm doing a very interesting film now actually. നമ്മുടെ അഖിൽ, സത്യേട്ടന്റെ മകൻ അനൂപ്പാണ് സുരേഷ് ഏട്ടനെയും ശോഭനേനെയും വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞത്. അഖിൽ is a twin brother. He's doing a film with Fahad Fasil, and I'm doing a very very important role in the film. So അതിൽ എന്റെ ഒരു 10 days ഷൂട്ട് ചെയ്തു. ഞങ്ങൾ ബോംബെയിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ട് വന്നു. So I'm waiting for my combination with Fahad. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം. I really admire Fahad. ഷാനുവിനെ ചെറുപ്പം മുതൽ അറിയാം. ഫാസിൽ സാറിന്റെ മകനാണ്. ഞാൻ മാനത്തെ വെള്ളിത്തേര് ചെയ്യുമ്പോൾ 8 വയസ്സേ ഉള്ളൂ ഷാനു. We call him Shanu. So and after he got into films, I think he's one of the most amazing actors we have in India. This kind of performances, kind of films. So when this film came, I was so excited, and shoot ചെയ്ത് ഒരു 10 ദിവസം എന്റെ വർക്ക് ആയിരുന്നു ബോംബെയിലും അവിടെ ഒക്കെ. ഇനിയിപ്പോ ഗോവയില് ഞാനും ഞങ്ങളുടെ കോമ്പിനേഷൻ എടുക്കാറുണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോഴാണ് ലോക്ക്ഡൌൺ വന്ന് കെട്ടിയിട്ടത് നമ്മളെ. അങ്ങനെ സം വെരി ഗുഡ് ഫിലിംസ് ആർ ഹാപ്പനിങ്. ഇനിയിപ്പോ പുതിയൊരു ഡാൻസ് പ്രൊഡക്ഷൻ ഉണ്ടോ? ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഗോയിങ് ഓൺ. അതിന്റെ മ്യൂസിക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സരിതനാണ് ചെയ്യുന്നത്. അതിന് കൊറിയോഗ്രാഫി ഞാൻ ഈ ലോക്ക്ഡൌൺ ടൈമിൽ കുറെ അവരോടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ടു ഗെറ്റ് ബാക്ക് അഗൈൻ. ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്ഷൻ. So mostly this year, after all this crisis, I'm sure I'll come out with a good production. Waiting eagerly to see that cinema. Very interesting production. So ആർക്ക് എങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. I can't see it. എല്ലാം ക്യാമറ കാണുന്നില്ല അല്ലേ?
Hey Ramesh, hi. Hello, sir. How are you? Ramesh, how are you, Ramesh? He's Good, from good. UK. Thank you. He's a very good friend of mine also, Ramesh. How are you, Yeah, Ramesh? I was sending you lots of message when you are coming back to UK, when you are going to start the online course for UK students. We still cherish your presence 4 years back. It feels like it gone quicker, I know. Thank but you so still much. it is in our thought always. Absolutely. I performed in London, and Ramesh has a very talented daughter, Sanjana, who's a beautiful dancer. Yeah, she's watching you from other room. Okay, how are you all? Everything is okay, fine? Yeah, good. Everything is fine. Sudha is looking after COVID patients now. Absolutely. I know she's working in the hospital. Hats off. Yeah, she's Hats off. Great service. I don't know how to express my gratitude. okay. Thank you very much. She's sleeping after nights. Otherwise, she must be joining us. My regards to all of them. Lovely to see you. And Thank you. When you are coming back to UK, sir? let's see. Let everything get normal. Let's all get back to life with full happiness again, and we'll come back. Okay, thank you very much. Thank you, Ramesh. Thanks for coming. Bye. Yeah, we'll be joining any Zoom, any advice, anything. We will be joining always. I'll let you know. When I'm doing any interesting classes, I'll let you know. Okay, sir. Thank you. Have a nice day. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? This is the first time I'm doing something like this. Online classes actually, Gayatri. It's like this, but this is the first time I'm coming for an interview online. Sir, one more question. Yeah, Ramesh. So, do you do any like summer course for people coming on holiday to India from UK, US, other countries like Australia, New Zealand? So mostly they come in the month of July, August. Is there any chance you have a summer classes for them so that it will be beneficial? Definitely plan accordingly, but I need to get inputs from people like you, because timings are different for people from different countries. So otherwise, we'll have to plan. Please let me know. We can plan whenever you're coming to India. We'll plan accordingly, and according to your vacation plans, we'll sort out a couple of days. So a refresher course children can do and go. Everyone is very eager for that. We can definitely plan on something. As of now, I haven't formulated any course like that as of now, but there are individual dancers who are coming and learning from me sometimes. Because as a school also, it's hardly 6 months. November, so I'm yet to formulate those kind of courses. But definitely, if I get inputs, so some people have called me from abroad and they've asked me about these online sessions. So I'm trying to plan on that, because it has to be meaningful and it has to be useful for you also. Even if you're coming for a class, because see, these kind of trainings take a lot of time for you to adapt it. It's not easy. Because since you know about it, when you learn one-to-one in a direct gallery, that's a different feel, and the learning experience is different. Either this is different online, but when you're coming down to India, please let me know. I'll definitely do something about it. Okay, sure, sir. Thank you. We are waiting for very soon. Let the lockdown, let the pandemic finish quick. Absolutely, it will. Yes. Thank you, sir. Thank you. Yes. Hello. Yes. ഹലോ, നമുക്കിനി ആർക്കെങ്കിലും ഇതിനകത്ത് പാർട്ടിസിപ്പൻസിന് വിനീതിനോട് സംസാരിക്കാനുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഹലോ, ഞാൻ ഷിൻസിയാണ്. ഷിൻസി പറയൂ, ചോദിക്കൂ. കേൾക്കാലോ ഷിൻസി പറയുന്നത്. വീഡിയോ ഉണ്ടോ? കാണാനില്ല. 1 second. I can't. You can ask. Okay, I can't see you. ഓക്കെ സർ, ഇപ്പൊ നമ്മള് ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, അതേപോലെ ഡാൻസിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം ഒരു ആക്ടർ പ്രസന്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വോയിസ് ആക്ടിങ് എന്നത്, ഡബിങ് എന്നത്. അപ്പം അതില് സാറ് ഇപ്പൊ ഈ അടുത്ത് ചെയ്ത ലൂസിഫർ മൂവിയില്
ബോബി എന്ന ക്യാരക്ടർ, അത് വിവേക് ഒബ്രോയി ചെയ്ത ക്യാരക്ടറാണ്. അപ്പോ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ശബ്ദമാണ് സാറിന്റെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ആസ് എ വോയിസ് ആക്ടർ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അത് കേൾക്കാൻ? ആസ് എ വോയിസ് ആക്ടർ ആക്ച്വലി ഐ ഹാവ് ബീൻ ഡബിങ്. ഞാൻ എന്റെ പടങ്ങളെല്ലാം ഞാൻ തന്നെയാണ്. ആദ്യകാലത്ത് മാത്രം കൃഷ്ണേന്ദ്രേട്ടൻ ചെയ്തു കുറച്ച് പടങ്ങള്. കൃഷ്ണേന്ദ്രേട്ടനാണ് നക്ഷത്രങ്ങള്, ഈവൻ കാബുളിവാല കൃഷ്ണേന്ദ്രേട്ടനാണ് ചെയ്തത്, സർഗം. അത് കഴിഞ്ഞ് ഞാൻ I used to fight with directors. എന്നെങ്കിലും ഡബ് ചെയ്യാൻ സമ്മതിപ്പിക്കണം പ്ലീസ്. ബിക്കോസ് see, you are not complete without your voice. ഒരു ആക്ടർക്ക്, എസ്പെഷ്യലി ആക്ടേഴ്സ്, ഹീറോയിൻസിന് പിന്നെയും ഈ അന്യഭാഷയിൽ നിന്ന് വരുന്ന ഹീറോയിൻസ് ആകുമ്പോൾ അവർക്ക് ഭാഷയുടെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ആണുങ്ങളാവുമ്പം നമ്മള് ആക്ടിങ് കംപ്ലീറ്റ് ആവുന്നത് നിങ്ങളുടെ വോയിസ് കൂടെ വരുമ്പോൾ. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സംതിങ് വെരി ഇമ്പോർട്ടന്റ് ഫോർ വോയിസ് മോഡ്യുലേഷൻ. അതുപോലെ ഡയലോഗ് എങ്ങനെ മോഡ്യുലേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് നോട്ട് ഈസി. അത് എസ്പെഷ്യലി ന്യൂ കമേഴ്സിന് വളരെ പ്രയാസം, ഭയങ്കര മെക്കാനിക്കലായി മാറും. ഇറ്റ് ഹാസ് ടു ബി വെരി നാച്ചുറൽ when you dub. So that process നമ്മൾ പടങ്ങൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുക. So I grew with films and then I used to insist, and actually എൻ്റെ ഒരു grooming പടം for dubbing was മാനത്തെ വെളുത്തേൽ. മാനത്തെ വെളുത്തേൽ ഫാസിൽ സാറാണ് എന്നെ ഇരുത്തി, എനിക്ക് ഓർമ്മ 7-8 ദിവസം. നോർമലി ഒരു ഹീറോ ഒരു പടം 2 ദിവസം കൊണ്ടൊക്കെ ഡബ് ചെയ്യും. ഡബിങ് ഫുൾ ഫിലിം നമ്മൾ നോക്കി സംസാരിക്കണം, അതാണ് ഡബിങ് പ്രോസസ്. സ്ക്രീനിൽ നോക്കിയിട്ട് യു ഹാവ് ടു എനാക്ട് എവറിത്തിങ്. കരച്ചിലാണ് കരച്ചിൽ, അടികൊള്ളുന്ന അത് ആ അടികൊള്ളുന്നതിന്റെ എഫക്ട്, ഡയലോഗ്, ആ ഇമോഷൻ എല്ലാം തിരിച്ച് റീക്രിയേറ്റ് ചെയ്യണം. അത് ചിലപ്പം ആ ഷൂട്ടിങ്ങിൽ ചെയ്തതിന്റെ അത്രയും ചിലപ്പം വരില്ല. ചിലപ്പോ ആ ഷൂട്ടിങ്ങിൽ ആ ഒരു ഷോട്ടിൽ നമുക്ക് ചിലപ്പോൾ വോയിസ് ട്രാക്ക് ചെയ്യും. അത് തലകുത്തി നിന്നാലും ചിലപ്പോൾ ഡബിങ് തിയേറ്ററിൽ അത് വരില്ല. സോ ഇങ്ങനെയൊക്കെ ആ വോയിസ് ക്രാക്ക് ആയിരിക്കും ആ സീനിന്റെ ഭംഗി. അതേസമയം ഷൂട്ടിംഗ് സമയത്ത് ചെയ്യാത്ത ചില ഇംപ്രൂവ്മെന്റ് നമുക്ക് ചെയ്യാം. ലൈക് ചില സ്ഥലത്ത് ക്ലാരിറ്റി ഓഫ് ഡയലോഗ് ഉണ്ടാവില്ല. സോ അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. പക്ഷെ ആക്ച്വലി എന്റെ ഒരു അടിസ്ഥാനപരമായ ട്രെയിനിങ് ഡബിങ് വാസ് ബൈ ഫാസിൽ സാർ. മാനത്തെ വെളുത്തേൽ അദ്ദേഹം എന്നെ ഇരുത്തി ചെയ്യിപ്പിച്ച് ഓരോ ഡയലോഗും അങ്ങനെ വളരെ ചുരുക്കം പേരെ അങ്ങനെ ചെയ്യുക. എസ്പെഷ്യലി ആ കാലത്ത്, ബിക്കോസ് ഈ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പടം റിലീസ് ചെയ്യണമെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഡബിങ്, 5 ദിവസം അവർ ഡബിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഡബിങ് ആർട്ടിസ്റ്റ് വെച്ചാൽ രാവിലെ വന്ന് ഉച്ച കൊണ്ട് ഒരു ആക്ടറിന്റെ തീർത്തിട്ട് അവര് പോകും. ഞാൻ പുതിയതായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്നെ എടുത്ത് 8 ദിവസം ഡബ് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ യു കൻ ഇമാജിൻ. സോ അത് my pranams to Pachika actually, Fazil sir, who sat and took the time, and that was my initial training ground for dubbing, where I understood the nuances of how to recreate modulation, how you have to control your sound in certain areas, and then I've learned from other dubbing artists also. So that after that, actually before that I dubbed Ghazal. അങ്ങനെ കുറെ പടങ്ങൾ ഞാൻ ചെയ്തു. പക്ഷെ മേജർ ആയിട്ട് ഒരു വലിയ പടം എന്ന് പറഞ്ഞാൽ കാബൂളിവാലയാണ്, അല്ല ഇത് മാനത്തെ വെളുത്തേലാണ് ചെയ്തത്. Then of course എന്റെ എല്ലാ പടങ്ങളും ഞാൻ തമിഴിലും ഇൻക്ലൂഡിങ് കലഞ്ഞർസ് ഉള്ളീനോസ് ഞാനാണ് ഡബ് ചെയ്തത്. ആൻഡ് so all those films I have done, and so as I told you, നമ്മൾ ഈ ഡാൻസ് ഒക്കെ സാധകം ചെയ്ത് നന്നാവുന്നത് പോലെ ഡബ് ചെയ്ത് your voice gets nicely cultured, your modulations improve. It's a process of exercise. That is why if you take all the great actors, the quality of that modulation and sound is marvelous. Continuous exercise another. If every film you shoot, you go and dub. So that is an exercise for your voice. ചില പടങ്ങൾ അലറി വിളിക്കണം. അപ്പൊ അലറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം ക്രാക്ക് ചെയ്യും. 2 ദിവസത്തേക്ക് യു കാണ്ട് ഡബ്. സോ നമ്മൾ ജനറലി ഒരു പടം ചെയ്യുമ്പം ഈ അലറുന്ന സീൻസ് ഉണ്ടാവും, അടിക്കുന്ന സീൻസ് ഉണ്ടാവും, ഒച്ചയെടുക്കുന്ന സീൻ, അതൊക്കെ ലാസ്റ്റ് ആണ് വെക്കുക. എല്ലാ സീനും ചെയ്ത് അവസാന അലർച്ച ഒറ്റയടിക്ക് എടുക്കും. അലർച്ച തന്നെ 2-3 അലർച്ചകൾ കഴിഞ്ഞാൽ യുവർ വോയിസ് ഇസ് ഗോൺ. So then you come back again after another 2 days. അങ്ങനൊക്കെ സംഭവം ഉണ്ടായിരുന്നു. Anyway, so leaving that apart, Lucifer was actually a very unexpected event actually. Raju Prithviraj, I think he thought of me and Puli Vilichu, and I was in Cochin that time.
So they asked me, my apprehension was ലാലേട്ടന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വില്ലനെ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഞാനൊന്ന് പേടിച്ചു. ബിക്കോസ് ഞാൻ ഈശ്വര മോഹൻലാലിന്റെ എതിര് വില്ലൻ. ഐ ഓൾവേസ് ബീൻ എ യങ് ബ്രദർ ആൻഡ് ലാലേട്ടന്റെ അനിയനായിട്ടും ഇങ്ങനത്തെ റോൾസ് ഒക്കെ ചെയ്തിട്ടാണല്ലോ ഞാൻ വന്നത്. ആൻഡ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഹിം വാസ് ലൈക്ക് ദാറ്റ്. സോ ഞാൻ ഈശ്വര വില്ലൻ എന്ന് പറയുന്നത് ലാലേട്ടൻ അഗെയിൻ. അതും it's a big profile. It's a big profile. I was slightly apprehensive about that. But okay, let's give it a try. So I don't know if my voice will suit. Let me see. Raju is there. And I think Vismaya, I went to Vismaya and I had a program actually. Next day I had a dance program. So I was there. So Raju just told me that this is the character and so and so and the graph. And other support and the Prithviraj had dubbed the whole thing. He's an incredible conviction as a director and as an artist. I think I saw an incredible amount of focus and energy in Prithviraj to make a film like that with one of the greatest actors of our time, Sri Mohanlal. It's not a joke. And ആൾക്കാരുടെ മനസ്സിൽ അത് എത്തിക്കണമെങ്കിൽ എത്രത്തോളം അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, എത്രത്തോളം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവുന്നത്. In spite of being a very popular star, he has done that. So I hats off to him for that. So he told me, and he had dubbed the whole thing. So Cheta, the guidance I vechittu, you just modulate and do it. So that is how I did, and I think the full credit goes to Prithviraj actually for thinking of that, and God's grace that it just gelled with that character and it got. That is why I think that is the beauty of Lucifer. Thank you so much, sir. Thank you, Shinsi. I can see Sanjana there. How are you, Sanjana? I'm good, thank you, sir. How are you? I'm good. Sanjana, nice to see you. I just Nice spoke to to your see accent. you. How is everyone at home? Everybody are fine. All are doing good. How was your dancing going? Yeah, it's good. Yeah, it's been a while because everyone's like in quarantine and yeah. So hopefully after everything's like come out of lockdown, we're going back to class. Nice to see you after such a long time. I must tell you, Gayatri, she's a very good, very talented dancer. Thank you. Thank you. Of course. She's performed with me. She's come. She's performed. Very, very talented. She's very focused and classically trained. It's a beautiful dancer. If I come and sing, I'd like to learn from you, sir. Thank you, ma. It's nice talking to you. Nice talking to you. Thanks for coming here. Thanks for coming. That's okay. Anyone else? Achin. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കാരണം നമ്മൾ വിനീതിനെ കുറേ നേരമായി പാവം. Hello, sir. I'm enjoying it. Hello, sir. Can you hear me? Yes. പറഞ്ഞോളൂ. Sir, actually, I need to thank Gayatri madam. Under her, we are actually learning dance nowadays. So, such an eminent person like you, we will be coming and we'll be talking to you. It's a great pleasure. And actually, who is the most inspirational person in your life that made you in as an artist, as an actor? My parents, my mother, my father. Yeah, definitely. I mean, they're behind all my artistic. Whatever we are, it's because of our parents. Okay. And my teachers, of course, my gurus. Yeah. And regarding that Manichitra Taram movie, because you're also going to dance with an experienced person like Shobana, that's what I posted also as a chat. So how was the experience with Shobana madam performing along with you? The nostalgic moments, any correction? I am not there in Manichitra Taram. I never performed in Manichitra Taram. The last dance. That was Chandramukhi.
Yeah, And Chandramukhi. Yes. Jyotika did in Chandramukhi. Okay, yeah. Opana, of course, I have performed with her on stage. Okay. She's a friend of mine, and I have great respect and admiration for her as an artist and as a dancer. She's an inspiration to millions of young dancers. And she's a genius in her field as a performer, a stunning performer, a creative genius. And I have had the blessing of sharing stage and also screen space with show. I've always respected her for that. நீங்க சொல்றது வந்து Jyotika, correct. Chandramukhi, right. I recognize. Because the dance performance which you prepared and you did it, that was the only moment I had it. Because we never were seeing the Jyotika, we were only seeing you as a part of dancing along with the Jyotika. It's an honor to work with Jyotika. She's also a highly talented actress. She's not a trained classical dancer, but she's a beautiful dancer. You should see her film dances. Graceful, so she put in a lot of effort to understand the techniques of classical dance, and it's all an honor. Thank you, Vijaya. Thank you, sir. Thank you. Sridevi aunty, hello, aunty, I can see you. Hello, Sridevi. Hi, Vineet. It's very, very interesting. I've been watching you from the beginning, and I thank this Kalanilayam for giving you this, for us. Thank you for coming. Very nice. Ma'am, thank you, ma'am. I was നമ്മുടെ മനുഷ്യൻ നക്ഷത്രങ്ങൾ ചെയ്തപ്പോഴും we were just talking about our old times. Ritumedam shooting, when all of us used to sit and talk. You, Nisha, so she was asking me how the times are different. Yeah. So I was, and that's the right time. And I saw your name. I think auntie is here, like she's watching us. I know. I've been waiting. Just to finish. Vineet ഇപ്പൊ പറഞ്ഞത് കുറെ കാര്യങ്ങള് പുതിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. നല്ല രസമുണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. Very nice. Enjoyed. Thank you, ma'am, for coming. And once again, my pleasure. Mohini Nrityotsav was absolutely fascinating. Yeah, Sarva Characharam. 10th next release. Very nice, auntie. I'll just put some light. Thank you, auntie. Thanks for coming. Bye. I'll just put some light. 1 second. ഹലോ, വിനീത് പറഞ്ഞോളൂ. അച്ഛന്റെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ്. So nice to see Sridevi auntie, Ramesh. Bye. Bye auntie, see you. Bye. Madam Padmanabhan. I know. മാം, അതല്ല, വിനീതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരാളുടെ മുഖവും കൂടി നമുക്ക് എപ്പോഴും മനസ്സിൽ വരും, ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ. അതെ, തീർച്ചയായിട്ടും. അത് നമ്മളിവിടെ വളരെ ഇതായിട്ട് നമുക്ക് എപ്പോഴും വിനീതിനെ പറയുമ്പോഴും ഓരോ സിനിമയുടെ കാര്യങ്ങൾ പറയുമ്പോഴും അതാണിപ്പം എന്റെ മകനായിട്ട് വന്ന് അതുകൊണ്ട് ഇത്ര നേരം ഇരുന്ന് കണ്ടത്. വന്നതിൽ വലിയ സന്തോഷം. ഫസ്റ്റ് ടൈമാണ് ഞാൻ സൂം ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണുന്നത്, അതും പറയാം. അപ്പൊ ആ ക്രെഡിറ്റ്സ് കലാതിലതിനും കിട്ടി. ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ് നൗ. Okay, ശരിക്കും പത്മനാഭൻ. Thank you. Thank you, auntie. Thank you. Okay. Thank you, Vineet. Bye. ഇനി ആർക്കൊക്കെയാണ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയൂ, നമുക്ക് ടൈം. സാറ് ചോദിക്കാനല്ല ഒരു ബിഗ് താങ്ക് യു പറയണം. ചോദിക്കാനല്ല ഒരു ബിഗ് താങ്ക് യു പറയണം. സാറിന്റെ നാട്ടുകാരാണ്, തലശ്ശേരിയാണ്. സാറിന്റെ അമ്മയാണ് നമ്മുടെയൊക്കെ ഫാമിലി ഗൈനക്കോളജിസ്റ്റ്. Okay. Big thank you, sir. Okay, bye. Okay. Amma has a special bonding with all her patients, and
അത് എത്രയോ ജനറേഷൻ ഉണ്ട് കേട്ടോ, 5ഉം 6ഉം ജനറേഷൻ ആണ് അമ്മ. ഷീസ് സോ അറ്റാച്ച്ഡ് ടു ദം. അതായത് മകളുടെ മകൻ മകളുടെ 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 എപ്പോഴും, ആൻഡ് അവർക്ക് sentimentally they're very connected to her, so they want her to take the baby out. Correct. Of course for lockdown ayond she's not there now. amma Talsheri Calicut la ulladu. ഇനി ആരാ സംസാരിക്കാനുള്ളത് പറയൂ. ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഈ സെക്ഷൻ അതൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ any questions asked? ഇനി ആരെങ്കിലും? പിന്നെ ആരും ഇല്ല എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. Akhilesh, do you want to ask something? He's typed something. Akhilesh, no, anyway, I think വിനീത് നന്ദി. ഇത്രയും മനോഹരമായ കലാനിലയം ലൈവിന്റെ ഈ പ്രോഗ്രാമില് ഇത്രയും മനോഹരമായി എന്താ പറയാ അതിന് വാക്കുകൾ, ഈ ഒരു സായാഹ്നം ഞങ്ങൾക്ക് നൽകിയതില് വളരെ വളരെ സ്നേഹത്തിലൂടെ ഞാൻ പറയാന്ന് വളരെ നന്ദി. കാരണം വിനീതിനോട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, പക്ഷെ എന്നാൽ പോലും വിനീത ഉടനെ അത് ഇൻട്രസ്റ്റ് എടുത്ത് അത് വേണ്ട പോലെ അത് ഞാൻ ചെയ്തോളാം പപ്പേടാന്ന് പറയും. അതുപോലെ വിനീത് വളരെ മനോഹരമായിട്ടല്ലേ ഇത്രയും നേരം ഡാൻസിനെ പറ്റിയിട്ടായാലും സിനിമയെ പറ്റിയിട്ടായാലും മനോഹരമായിട്ടാ പറഞ്ഞ. അത് ഒരു പറയണം, വിനീതൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തൊരു, എത്ര ലെജൻസിന്റെ കൂടെയാണ് വിനീത് വർക്ക് ചെയ്തത്. അതിന്റെ ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞത്, അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരിഹരൻ സാറ്, ഭരൻ സാറ്, IV ശശി, MT സാറിന്റെ തിരക്കഥകള്, അങ്ങനെ എത്രയോ വലിയ മഹാരഥന്മാർ. സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ മഹാരഥന്മാരുടെ കൂടെ തുടക്കത്തിൽ വരാൻ പറ്റിയെന്ന് പറയാൻ തന്നെ വിനീതിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, കാരണം വിനീത് എന്നുള്ള പേരിൽ തന്നെ എന്താ പറയാ ഒരു വിനയമുണ്ട് സത്യം പറഞ്ഞാൽ. അതേപോലെ വിനീതിന്റെ ഒരു ഗുരുത്വം, ഞാൻ ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് വിനീത സ്റ്റേജിൽ നിൽക്കണം കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞ ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ഗുരുത്വം, അതേപോലെ ഒരു വിനയം. കാരണം ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ കലാകാരന്റെ ഒരു കഴിവ് മാത്രമല്ല, ഒരു ഗുരുത്വവും കൂടി വേണം, അല്ലേ? ശരിയല്ലേ വിനീത ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഗുരുത്വം നമ്മള് ഗുരുക്കന്മാരിൽ നിന്ന് ആ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നവർക്കാണ് ആ ഗുരുത്വം വരിക. So that is what I've seen great masters and I've learned so much from them and I'm trying to give that to the next generation also. Dr. Padma Subramanian, Saraswati sir, Hariharan sir, MT sir, all the great filmmakers I've worked with, അവരുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ commitment, അവരുടെ discipline is what we should imbibe. We should learn from them. Anyway, it's an honor actually. You don't have to thank me, Papata. It's അതല്ല, ഞങ്ങളാണ് വിനീതിനോട് താങ്ക്സ് പറയേണ്ടത്. കാരണം ഇതിനകത്ത് പങ്കെടുത്തവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡാൻസിനെ പറ്റിയിട്ടായാലും സിനിമയെ പറ്റിയിട്ടായാലും I can't see a lot of people because പലരുടെയും വീഡിയോ ഓഫ് ആണ്. എനിവേ ഏതായാലും വിനീതിനോട് see and I could talk to you. So ഇങ്ങനെ ഒരു ഇതിനെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക്സ് ടു പപ്പേട്ടൻ ആൻഡ് ഗായത്രി ഫോർ മോഡറേറ്റിംഗ്. താങ്ക് യു. അല്ല, കലാനിലയത്തിൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും വിനീത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇനി വരുന്ന എല്ലാത്തിലും വിനീത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എപ്പോഴും. Bring more artists, theater artists കൊണ്ടുവരൂ. I would love to listen to them also. നിങ്ങൾ ഇനി ലൈവ് ചെയ്യുമ്പോൾ I will also join. I would like to listen to ജോൺ അങ്കിൾ വന്നു, ജോൺ പോൾ സർ. അങ്കിൾ ഈ ആഴ്ച ഇന്ന് വരണ്ട, പക്ഷെ അങ്കിളിനും പനിയാണ്. അത് മാറി, കുറവുണ്ട്, പക്ഷെ എന്നാലും റെസ്റ്റ് ചെയ്യണമല്ലോ അദ്ദേഹം. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ തീർച്ചയായിട്ടും, because this is a time when it's very enriching and ഭയങ്കര റിലാക്സിംഗ് ആണ് മനസ്സിന് to watch people talk and interact. അതല്ല, ഈ സമയത്ത് ഒരു പോസിറ്റീവായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും അതൊരു ഭയങ്കര ഒരു എന്താ പറയാ എനർജി കിട്ടുകയാണല്ലോ, നിങ്ങളെപ്പോലുള്ള പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ. എനിവേ താങ്ക് യു. ഞങ്ങൾ കലാനിന്റെ പേരിലും പാർട്ടിസിപ്പേറ്റ് എല്ലാവരുടെയും പേരിലും താങ്ക് യു. എല്ലാവരോടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും let's all pray for speedy normalcy, recovery and let's all get back with full force. പുതിയ ആൾക്കാരായിട്ട് വന്ന് നമുക്ക് ഈ കൊറോണ കാലത്തിന് ശേഷം we have to come out. So let's pray for that. Thank you. Thank you very much, sir. Thank you.
Thank you. Thank you, sir. Thank you so much.